ഈ പ്ലാനിനെയാണ് ദൈവത്തിന് തൊടേണ്ടത്. അപ്പോ ഞാന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്. പത്രോസ് എന്ന് പറയുന്ന മനുഷ്യൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ദൈവം അവനെ വിടുവിച്ചു. എന്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം പറയും. അദ്ദേഹത്തെ വിടുവിച്ചത് കൊണ്ട് സംഭവിച്ചത്, പിറ്റേ ദിവസം ഹെരോദാവിന്റെ സിംഹാസനത്തിന്റെ മുൻപിൽ പത്രോസിനെ കൊണ്ടുവരാനിരുന്നു. എന്നാൽ തലേ രാത്രിയിലാണ് ദൈവത്തിന്റെ പ്രത്യേക ഇടപെടലിൽ പത്രോസിനെ ദൂതൻ വിടുവിച്ചത്. അപ്പൊ അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്യം ഇങ്ങനെയാണ്: അങ്ങനെ ദൈവം പത്രോസിനെ ഹെരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്ന്. എവിടെയാ പ്രതീക്ഷ കിടക്കുന്നേ? ബ്രെയിൻ, അല്ലെ അത് ഹാർട്ടിലേക്ക്. അപ്പം യഹൂദ ജനത്തിന് പത്രോസിനെ കുറിച്ചൊരു വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. കൊന്നുകളയണം, യാക്കോബിനെ കൊന്ന പോലെ കൊല്ലുക, ഈ മാർഗം അവസാനിപ്പിക്കുക. അപ്പൊ ഇവരുടെ പ്ലാനിനകത്തുള്ളപ്പോൾ ദൈവത്തിന്റെ പ്ലാൻ മറ്റൊരു തരത്തിൽ ചരിച്ചു. എന്ത് സംഭവിച്ചു? ദൈവത്തിന്റെ പ്ലാൻ നിവർത്തിയായി. ദൈവത്തിന്റെ പ്ലാൻ പ്രകാരം കാര്യം നടന്നു. ഇവരുടെ പ്ലാൻ പൊട്ടി. ഈ വചനം പറഞ്ഞ് ഞങ്ങൾ കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു. അന്ന് മോദി സർക്കാരിന്റെ ഭരണസമയമാണെങ്കിൽ ഭയങ്കര കഠിനമായ പല കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സമയം. പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് നാട്ടിൽ പോന്നു. ചില ദിവസങ്ങൾക്കുള്ളിൽ ഇലക്ഷൻ നടക്കുകയാണ്. ഇലക്ഷൻ തീരുമാനിച്ച് കഴിഞ്ഞ ഉടനെ മാർച്ച് മാസത്തിന്റെ പകുതി, ഏപ്രിൽ മാസത്തിന്റെ 2-ാം ആഴ്ചയിൽ തന്നെ ഞങ്ങൾ 14 ജില്ലയിലും പോയി ഈ 2 ദിവസം പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞതനുസരിച്ച് 14 ജില്ലയിലും ഈ 2 ദിവസം പോയിരുന്നു, പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിലെ പ്രധാന വിഷയം ഇലക്ഷനെ കുറിച്ചായിരുന്നു. അപ്പൊ ഇലക്ഷന്റെ റിസൾട്ടിന് മുമ്പാണ് നമ്മൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചത്. അപ്പൊ നമ്മളിപ്പോ പ്രത്യക്ഷമായിട്ട് റിസൾട്ട് എന്താ വ്യത്യാസം വന്നേ? വലിയ കാര്യമായിട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല. പക്ഷേ 400-ലധികം ഭൂരിപക്ഷം ഉണ്ടായിരുന്ന മോദി സർക്കാരിന്റെ ഇലക്ഷൻ റിസൾട്ടിൽ ഈ പ്രാവശ്യം അത് പകുതിയായിക്കോ. പകുതി പ്രതിപക്ഷത്തെ ദൈവം ഒരുക്കി. ഇനി ഒരു നിയമം പാസ്സാക്കണമെങ്കിൽ ശക്തമായ പ്രതിപക്ഷം നിൽക്കുന്നത് കൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് ദൈവം കാര്യങ്ങളെ മാറ്റി. അതിനകത്തൊക്കെ ദൈവത്തിന്റെ പദ്ധതി ഉണ്ട്, അതൊന്നും പറയാനല്ല ഞാൻ സമയമെടുക്കും. പക്ഷേ ഇന്ന് നമുക്ക് ഭയപ്പെടാനുള്ള പകുതി കാര്യങ്ങൾ ഒഴിവായി. പ്രതിപക്ഷത്ത് നിൽക്കുന്ന നേതാക്കന്മാർ അവരോട് ചേർന്ന് മുഴുവൻ നിൽക്കില്ല. വിശേഷിച്ചും രാഹുൽ ഗാന്ധി പാർലമെന്റിനകത്ത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം 1-2 വാക്കുകളിലാണെങ്കിലും പറയുന്നത് നമ്മൾ കേട്ടു. അപ്പൊ ഇതിന്റെ എല്ലാം ഒരു നല്ല മുന്നോടിയായിട്ട് റിസൾട്ട് വന്നു. അപ്പൊ ഇതിനകത്ത് സംഭവിച്ചത് എന്താണെന്നറിയാൻ പാടില്ലാതെ നിൽക്കുക. 2 ആഴ്ച മുമ്പ് ഞാനൊരു സൺഡേ കോട്ടയത്തൊരു ചർച്ചിൽ പ്രസംഗിക്കുന്നു. ഞാൻ ഈ വിഷയം പറഞ്ഞു. ഞങ്ങൾ ഒരുമിച്ച് നാഗ്പൂർ വെച്ച് പ്രാർത്ഥിച്ചു. ഇതിന്റെ അടിത്തറകൾക്ക് ചലനമുണ്ടാകാൻ പ്രാർത്ഥിച്ചു. നമ്മൾ ചുമ്മാ പ്രാർത്ഥിക്കുന്ന താവേ എന്റെ കൊച്ചിന് വിസ കിട്ടണം, എന്റെ കൊച്ചിന് +2 അഡ്മിഷൻ, നേഴ്സിംഗ്, ഇതൊക്കെ തന്നെ പ്രാർത്ഥിച്ച് എത്ര നാളായി. കൊച്ചിപ്പം BSc നേഴ്സിംഗ് കഴിഞ്ഞ് ഉഗാണ്ടയിൽ ചെന്നിട്ട് നമ്മുടെ പ്രാർത്ഥന ആ നിലയിൽ തന്നെ നിൽക്കും. ഇതിനൊക്കെ ഒരു മാറ്റം വരുത്താൻ സഹോദരിമാര് വിചാരിക്കും. എല്ലാ കാലവും തരണേ 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 എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാതെ എന്നെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. എന്നെ പ്രാർത്ഥനയിൽ ശക്തയാക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിച്ചാൽ അന്ധകാര ശക്തികളുടെ പദ്ധതികൾ തകരണമേ എന്ന് പ്രാർത്ഥിക്കണം. ഞാൻ നടന്നു പോകുമ്പോൾ എൻ്റെ ദേശത്ത് ഞാനൊരു ദൈവപൈതലാണെന്ന് തെളിയിക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കണം. അതിനാ ദൈവം നമ്മളെ വിളിച്ച്. അല്ലാതെ എല്ലാ കാലവും കർത്താവേ എൻ്റെ കൊച്ചിനൊരു നല്ല വിജയം, എൻ്റെ ഭർത്താവിനൊരു നല്ല ജോലി, എൻ്റെ കാറൊന്ന് മാറ്റി വേറൊരു മോഡൽ കാർ, ഇതൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇത് ദൈവം തന്നെ ഇപ്പം മടുത്തെന്ന് എനിക്ക് തോന്നുന്നു. ഈ പ്രാർത്ഥനയുടെ ശൈലികൾക്കൊക്കെ ഒരു മാറ്റം വരുത്തണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോൾ ഒരു ദേവദാസൻ എഴുതിട്ട് എന്ന് പറഞ്ഞു, അരി RSSന്റെ പിന്തുണ BJPക്കില്ല, അത് പിൻവലിച്ചു. നിങ്ങൾ സ്വോത്രം പറയത്തില്ല, കാരണം നിങ്ങൾ പ്രാർത്ഥിച്ചില്ല, പിന്നെ ഇതിനെ സ്വോത്രം പറഞ്ഞു.
ഞാൻ പ്രസംഗിച്ചോണ്ട് തുള്ളിച്ചാടി പ്രസംഗിക്കുമ്പോഴാ ദേവദാസൻ പറഞ്ഞത് BJPക്ക് RSSന്റെ പിന്തുണ പിൻവലിച്ചു. എന്ന് ഞാൻ പറഞ്ഞു. ചില മാസങ്ങൾക്ക് മുൻപ് പോയി പ്രാർത്ഥിച്ചപ്പോൾ, അവരുടെ ബ്രെയിൻ വർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചപ്പോൾ, അവരുടെ ബ്രെയിൻ ഇനിയും BJPക്ക് കൊടുക്കണ്ട, അവരുടെ പിന്തുണ പിൻവലിപ്പിച്ചു. ഇതാ സ്വർഗം ചെയ്തു. നമ്മൾ ഈ പ്രാർത്ഥിക്കുമ്പോൾ അസാധാരണ കാര്യങ്ങളെ കണ്ടു വേണം പ്രാർത്ഥിക്കാൻ. ചുമ്മാ എല്ലാവരും പ്രാർത്ഥിക്കുന്നത് ഞാനും അങ്ങനല്ല. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഒരു ചേഞ്ച് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളൊക്കെ ഇങ്ങനെ, ഞാൻ നിങ്ങളോട് നിങ്ങളുടെ മനസ്സൊന്ന് ഉണരാൻ വേണ്ടിയാണ് ഞാൻ ചില കാര്യങ്ങൾ. ആ യാത്രയ്ക്ക് ശേഷമാണ് ആന്ധ്രാപ്രദേശിലേക്ക് കൊണ്ടുപോയത്. അപ്പൊ ഞങ്ങളെ കൊണ്ടുപോയത് യാക്കോബയിൽ നിന്നും കാത്തലിക്കിൽ നിന്നും ഒക്കെ വിശ്വാസത്തിലേക്ക് ഇങ്ങനെ പതിയെ ചവിട്ടി വരുന്ന ഒരു കൂട്ടം പ്രിയപ്പെട്ടവരാണ് ഞങ്ങളെ കൊണ്ടുപോയത്. അവര് അവരുടേതായ ചട്ടക്കൂടി നിൽക്കുന്നു. അങ്ങ് മുഴുവൻ വിട്ട് വേർപാടിന്റെ ഒരു ആരാധനയിലേക്ക് വന്നിട്ടില്ല. പരിശുദ്ധാത്മ നിറവിലുള്ള ഒരു ആരാധനയിലേക്ക് വന്നിട്ടില്ല. അവർക്ക് അതൊക്കെ അന്യം നിൽക്കുകയാണ്. ഒക്കെ ഉണ്ട്. യേശുസിലുള്ളവരെ പോലെ പരിശുദ്ധാത്മാവുണ്ടെന്ന് കേട്ടിട്ട് പോലും ഇല്ലാത്തവരും അവരുടെ മിഷൻ ഫീൽഡിലുണ്ട്. അവര് ഞങ്ങളെ വിളിച്ചു. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ അവിടെ എല്ലാവരും ആത്മാവിൽ ആരാധിക്കുന്നവരാണ്. പിന്നെ നമ്മളെ ദൈവം അയക്കുന്നതിന്, നമ്മളെ അയക്കുന്നതിനകത്ത് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ, ഞാൻ ഈ പറയുന്ന കാര്യമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ഈ പറയുന്ന ശൈലിയും ഭാഷയൊക്കെ പിടികിട്ടുന്നുണ്ടല്ലോ. നമ്മളെ ഒരു സ്ഥലത്ത് ദൈവം അയക്കുന്നെങ്കിൽ എന്തെങ്കിലും പ്രത്യേകത. അപ്പൊ ഞങ്ങൾക്ക് ഇതെന്തുവാണെന്നൊന്നും അറിയില്ല. അവിടെ ചെല്ലുമ്പോഴാണ് ഞങ്ങൾ ഈ 25 പേരുടെ ടീമില്ല, ഞങ്ങൾ ഇത് ആത്മാവിൽ ആരാധിക്കും, അന്യഭാഷയെ നൃത്തം ചെയ്യുകയൊക്കെ കണ്ടപ്പോ ഈ കൊണ്ടുപോയവരെ അന്തിച്ച് നിൽക്കുക. ഇതെന്താ സംഭവം? അവർക്കൊന്നും പിടികിട്ടുന്നില്ല. അവര് വേറൊരു മൂഡിലായി. ഞങ്ങൾ മീറ്റിംഗ്, ഞങ്ങൾ 25 പേര് തന്നെ ഒരു ടീമില്ല, ഒരു സഭയ്ക്കുള്ള ആളുണ്ട്. ഞങ്ങൾ ഇത്രയും 25 സഹോദരിമാർ തീ കഷ്ണങ്ങൾ എല്ലാം ഇരുന്ന് ആത്മാവിൽ ആരാധിക്കും, കൃപാവരമുള്ളവരും ശുശ്രൂഷയുള്ളവരും എല്ലാം കൂടെ ആരാധിച്ചപ്പോ ഇവരെ വിചാരിച്ചത് ചുമ്മാ ഇങ്ങനെ പാട്ടൊക്കെ പാടി രണ്ട് സുവിശേഷമൊക്കെ പറഞ്ഞ് പോരുന്നവരാണെന്നോർത്ത് ഇവർ വിളിച്ച. പക്ഷെ ഇവരുടെ നില മാറി. ഞങ്ങളവിടെ ആത്മാവിൽ ശക്തമായി ആരാധിച്ചു. ഇപ്പൊ ആന്ധ്രയിൽ അവരുടെ മിഷൻ ഫീൽഡിൽ ഒരു ഭയങ്കര ഒരു സ്വാധീനം അങ്ങുണ്ടായി. ഇപ്പൊ ഉടനെ ഇനി വീണ്ടും വിളിക്കണമെന്നാണ് അവർ പറയുന്നത്. അതിന്റെ കാരണം നമ്മൾ വെറൈറ്റിയാണ്. എല്ലാരെക്കാൾ നമ്മളൊരു വെറൈറ്റി. ഞാൻ എൻ്റെ കൂട്ട സഹോദരിമാരോട് ആദ്യം പറഞ്ഞു, ഇനി ഇവർ വിളിച്ചാലും നമ്മൾ വരത്തില്ല, ഈ ആത്മാവിന്റെ പ്രവർത്തനം ഇല്ലാത്ത. പക്ഷെ കർത്താവിനോട് ആത്മാവിന്റെ പ്രവർത്തനം ഉള്ളിടത്ത് നിങ്ങൾ പോയിട്ട് കുറെ തുള്ളിച്ചിട്ട് തന്നെ കാര്യം? ആത്മാവിനെ പ്രാപിച്ചിട്ടില്ല, പരിശുദ്ധാത്മ നിറവ് പ്രാപിക്കാത്തവരുടെ ഇടയിലല്ലേ നിങ്ങളുടെ ആവശ്യം. അപ്പോഴാണ് ഞങ്ങളുടെ കണ്ടതോ. ഞാൻ ഇന്നലെ എൻ്റെ കൂട്ട സഹോദരിമാരോട് പറഞ്ഞൊരു കാര്യം, ഒരു ഗ്രാമത്തിൽ ഒരു ചെരുപ്പ് കമ്പനി തുടങ്ങി, ഒരു വലിയ ചെരുപ്പ് കമ്പനി. അവരൊത്തിരി റെപ്രസെന്റേറ്റീവ്സിനെ വിട്ടു ഈ ഗ്രാമത്തിൽ ഈ ചെരുപ്പ് കൊണ്ട് വിൽക്കാൻ. അപ്പം ചെരുപ്പക്കാരെല്ലാം കൂടെ ചെരുപ്പും കൊണ്ട് ഈ ഗ്രാമത്തിൽ ചെന്നു. നോക്കിയപ്പം ആ ഗ്രാമത്തിൽ ആരും ചെരുപ്പിടുന്നവരല്ല. അവര് ചെരുപ്പും കൊണ്ട് തിരിച്ച് ഓഫീസിൽ വന്നേച്ച് പറഞ്ഞു, ആ ഗ്രാമത്തിൽ ആരും ചെരുപ്പിടത്തില്ല, പിന്നെന്തിനാ, പ്രയോജനമില്ല. ചെരുപ്പം കൊണ്ട് അവിടെ ഇരിക്കുമ്പം അതില് ബ്രെയിനുള്ള ഒരു ചെറുപ്പക്കാരൻ, അവൻ ആ ചെരുപ്പം കൊണ്ട് എന്നേച്ച് ഒരാളെ പിടിച്ച് അവിടെ നിർത്തി, ചേട്ടാ ഈ ചെരുപ്പൊന്ന് ഇടാൻ പറഞ്ഞു. അവിടെ ഇരുത്തി അങ്ങ് ഇടിയിച്ചു. ചെരുപ്പ് ഇട്ട് കഴിഞ്ഞപ്പോ ആ പുള്ളിക്ക് ഭയങ്കര സന്തോഷം. ഇത് ഭയങ്കര ഭംഗിയുണ്ടല്ലോ, അവർക്കറിയില്ല ചെരുപ്പന്നാ. അടുത്തയാളെ ഇടിയിച്ചു. അങ്ങനെ ആ ചെറുപ്പക്കാരൻ ആ ഗ്രാമത്തിലുള്ളവരെ ചെരുപ്പിടിച്ചു. അപ്പൊ ഇന്ന് വരെ ചെരുപ്പിടാത്തൊരു ഗ്രാമത്തിലേക്ക് ചെരുപ്പും കൊണ്ട് ചെല്ലുന്നവൻ അവിടെ ആരും ഇടത്തില്ലെന്നും പറഞ്ഞ് തിരിച്ചു പോരുകയല്ല, ആ ഗ്രാമത്തിൽ ചെരുപ്പിന് കച്ചവടം ഉണ്ടാകുമെന്ന് ദർശനമുള്ളവനാ യഥാർത്ഥ കച്ചവടക്കാരൻ. ഇത് നമ്മൾ പഠിക്കണം. നമ്മളൊരു സ്ഥലത്ത് എന്നാൽ നമ്മൾ വെറൈറ്റി ആയിരിക്കണം. നമ്മുടെ ഈ പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ച ചിലത് ഉണ്ടെന്നുള്ള ബോധ്യത്തിൽ അവിടെയുള്ളവർക്ക് ഇപ്പൊ അഭിഷേകം പ്രാപിക്കണമെന്ന് ആഗ്രഹമായി പല തീരുമാനങ്ങൾ എടുത്തെന്ന് പറയാം. എല്ലാ ദിവസവും ഞങ്ങളെ വിളിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മള് ഓൺലൈൻ മീറ്റിങ്ങുകൾക്കൊക്കെ ഒരു വലിയ കൊഴുത്ത കാലഘട്ടമായിരുന്നു ഈ കൊറോണകൾ. ഇപ്പൊ കഴിഞ്ഞപ്പം ഇപ്പൊ അതിന്റെ റൂട്ടൊക്കെ അങ്ങ് മാറി. ഈ ഗൂഗിൾ മീറ്റ് ഒക്കെ ഈ കൊറോണ കാലത്താ വന്നത്. അതിനു മുൻപ് ഒരു പ്രളയത്തിന്റെ കാലത്തിനു മുൻപ് തന്നെ ഞങ്ങൾക്കൊരു പ്രയർ ലൈൻ ഉണ്ട്. അതൊക്കെ പ്രാർത്ഥിച്ചു വേണ്ടി, അതൊക്കെ പറഞ്ഞെന്ന് വേറെ മെസ്സേജ് ഒന്നും പറയാൻ പറ്റത്തില്ല. പ്രാപിച്ച കാര്യങ്ങൾ മാത്രം. ഞാൻ 2007
ആദ്യമായിട്ട് അമേരിക്കയിൽ ചെല്ലുമ്പോൾ ഞാൻ കോൺഫറൻസിൽ പ്രസംഗിച്ചിട്ട് താഴേക്ക് ഇറങ്ങുമ്പോൾ ഒരു ദേവദാസി എൻ്റെ അടുക്ക വന്ന് ചോദിച്ചു, ഞങ്ങൾക്ക് ഇവിടെ ഒരു പ്രയർ ലൈൻ ഉണ്ട്, അതിനകത്തൊന്ന് പ്രസംഗിക്കാമോ എന്ന് ചോദിച്ചു. അപ്പൊ എവിടെ വേണേലും പ്രസംഗിക്കാം, അവരുടെ ഇടയിൽ ചെന്ന് തരും. അപ്പൊ എന്നോട് പറഞ്ഞു, ആരെയും കാണാൻ പറ്റത്തില്ല, ടെലിഫോണിൽ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുക, ഒരു നമ്പർ അടിച്ച് കോൺഫറൻസ് കോളിലേക്ക് കയറിയിട്ട് അവരതിനകത്ത് ഇരിക്കുക. അപ്പൊ നമ്മൾ കയറുമ്പോൾ എത്ര പേരുണ്ടെന്ന് അറിയാം. അപ്പൊ അവർ പറഞ്ഞതുപോലെ എല്ലാം ആദ്യത്തെ ദിവസം കണക്ട് ചെയ്തൊക്കെ തന്നു കഴിഞ്ഞപ്പം ഞാൻ നോക്കുമ്പോൾ 250 പേരോളം പ്രയർ ലൈനിലുണ്ട്. അമേരിക്കയിലെ പല സ്ഥലങ്ങളിൽ ഇരുന്ന് ഈ പ്രയർ ലൈനിൽ കയറുക. നമുക്ക് ഈ ആളെ കാണാതെ സ്വോത്രം പറയാതെ പ്രസംഗിക്കാനോട്ട് അറിയാനും വരും. നമ്മൾ ഈ ആൾക്കാർ കൈ പൊക്കിയില്ലേ നമ്മുടെ പ്രസംഗം പോകുന്ന രീതിയിൽ. അപ്പൊ ഞാൻ പറയാം, എൻ്റെ ആന്റി എനിക്ക് ആന്റി തുടങ്ങാൻ പറഞ്ഞു. ഞാൻ ഒരു പാട്ടൊക്കെ പാടി തുടങ്ങി. എന്തായാലും അതങ്ങ് ഏറിച്ചു. അന്ന് മുതൽ ഞാൻ അമേരിക്കയിൽ നിന്ന് പോരുന്നത് വരെ പല പ്രാവശ്യം, ഒരു ദിവസം തന്നെ പല പ്രാവശ്യം ഇത് എല്ലാ ദിവസവും മെസ്സേജ് ഒക്കെ പോകും. ഈ അമേരിക്കയിൽ നിന്ന് പോരാന്ന് എനിക്ക് ഒരു ഭയങ്കര ടെൻഷൻ. ദൈവമേ, നാട്ടിൽ വന്നാൽ പ്രയർ ലൈൻ ഇല്ലല്ലോ. നമുക്ക് നാട്ടിലുള്ള 10 പേരെ കൂട്ടി പ്രാർത്ഥിക്കാനൊരു നല്ല സംവിധാനം ഞാൻ കേരളത്തിൽ വന്ന് അന്വേഷിച്ചിട്ടൊന്നുമില്ല. 5 പേരുള്ള കോൺഫറൻസ് ലൈൻ തരാം, അത് വേണം നമുക്ക് കിട്ടും. നമുക്ക് 5 പേരെ കണക്ട് ചെയ്യാം. 5 പേരെ കണക്ട് ചെയ്ത ഒരാളുടെ കണക്ഷൻ പോയാൽ മൊത്തം പോയി. അതുകൊണ്ട് അത് നടക്കത്തില്ല. അപ്പൊ പിന്നെ പ്രാർത്ഥിച്ചു. എത്ര നാൾ പ്രാർത്ഥിച്ചെന്ന് അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ആർക്കെങ്കിലും ആഗ്രഹമുണ്ട്? ഒരു വിഷയത്തിന് വേണ്ടി എത്ര നാൾ പ്രാർത്ഥിച്ച് കാണും? ഒരു 1-2 സഹോദരിമാര് കൈപൊക്കി അവർക്ക് വേണ്ടി പറയാൻ മറ്റുള്ളവർ കേട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ചെവി പൊത്തിക്കും. 11.5 വർഷം പ്രാർത്ഥിച്ചു. ഒരു പ്രയർ ലൈനിന് വേണ്ടി എത്ര വർഷം പ്രാർത്ഥിച്ചു? 11.5 വർഷം. ഇത്രയൊക്കെ പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ? പ്രയർ ലൈൻ കിട്ടുമോ? ഇല്ല, വേണ്ട, അടുത്ത പണി എന്നാ അല്ല. നമുക്ക് ഒരു ദർശനം എന്ന് പറഞ്ഞു സാധനം അകത്ത് കിടക്കണം. 14 വർഷം വരെ മണ്ണിനകത്ത് കിടന്നിട്ട് മുളച്ചു വരുന്ന വിത്തുകളുണ്ടെന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചു. അപ്പൊ 14 വർഷം ഒരു ദർശനം ചുമക്കാൻ പാടില്ല. 11.5 വർഷം പ്രാർത്ഥന അതിയായി പോയില്ല, അത് അന്നേരം മുളയ്ക്കും. അപ്പൊ 11.5 വർഷം കഴിഞ്ഞപ്പോ UK എന്നൊരു ദേവദാസി അവരുടെ പ്രയർ ലൈൻ ഒരു മെസ്സേജ് കൊടുക്കാൻ വിളിച്ചു ഉച്ചയ്ക്ക്. ഞാൻ മെസ്സേജ് ഒക്കെ കൊടുത്തേച്ച് എന്നാ ഓക്കെ ആന്റി എന്നും പറഞ്ഞ് ഞാൻ ഇറങ്ങി കഴിഞ്ഞപ്പോ ആന്റിനെ വിളിച്ചിട്ട് ചോദിച്ചു, ഷീല സിസ്റ്റർ, നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് പ്രയർ ലൈനിൽ കയറാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങളിരിക്കുന്ന പോലല്ല ഞാൻ അന്നേരം ഇരുന്ന്. ഞാൻ ആ ഫോണും കൈ പിടിച്ചുകൊണ്ട് 2 പ്രാവശ്യം തുള്ളിച്ചാടി സ്വത്രം ചെയ്തു. എന്തോ ചോദിച്ചെന്നറിയാവോ? ഞങ്ങൾ നിങ്ങളുടെ ലോക്കൽ നമ്പർ തരാം, നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് കയറാം, ഈ പ്രയർ ലൈൻ നിങ്ങൾക്ക് ചില മണിക്കൂറുകൾ ഉപയോഗിക്കാമെന്ന്. അപ്പൊ എന്തിനാ തുള്ളുന്നതെന്ന് വീട്ടിലുള്ളവർ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞത് ഫോൺ വെച്ചിട്ട് തുള്ളാൻ പറഞ്ഞപ്പോ ഫോൺ വെച്ചിട്ട് തുള്ളാൻ സമയമില്ല, തുള്ളിയിട്ടാ ബാക്കി കാര്യം. ഇത്രയും നാള് പ്രാർത്ഥിച്ചതല്ലേ. ആ ഫോൺ നമ്പർ ഇവിടെ നിന്ന് വിളിച്ചു, കോൺഫറൻസ് ലൈനിലേക്ക് കയറാൻ കേരളത്തിലുള്ളവർ മുഴുവൻ കയറി. അങ്ങനെ കേരളത്തിൽ 100 പേര് കയറുന്ന ഒരു പ്രയർ ലൈൻ ഇങ്ങനെ വരുമ്പോഴാ പ്രളയം വന്നു. അപ്പൊ പ്രളയം വന്നപ്പം ചർച്ചുകൾ പലതും ഇല്ല, ഭയങ്കര പ്രശ്നം. പക്ഷെ പ്രയർ ലൈൻ ഈസ് ഗോയിങ് ഓൺ. അങ്ങനെ ഇരുന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് കഴിഞ്ഞപ്പം ഇന്ത്യ ഗവൺമെന്റ് ഫ്രീ സർവീസ് എടുത്തങ്ങ് മാറ്റി. ഒയ്യോ, പ്രയർ ലൈൻ ഇല്ല 2 ദിവസത്തേക്ക്. സഹോദരിമാര് വിളിയും കരച്ചിലും, ആന്റി നമുക്ക് പ്രാർത്ഥിച്ചേ പറ്റൂ, 5 പേര് വീതം കണക്ട് ചെയ്യും. നമ്മുടെ വെയിറ്റ്, ഒന്ന് തുറക്കാതെ മറ്റൊന്ന് അടയ്ക്കും. നീ പ്രാർത്ഥിച്ച് നേടിയത്, നീ പ്രാർത്ഥിച്ചപ്പോ ദൈവം കരുണ തോന്നി തന്നത് ഏതെങ്കിലും അടയ്ക്കപ്പെട്ടെങ്കിൽ അതിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊന്ന് ദൈവം ഓപ്പണാക്കി. 2 ദിവസം കരഞ്ഞു. 3-ാം ദിവസം കുറച്ച് പേര് വിളിച്ചു പറഞ്ഞു ഗൂഗിൾ മീറ്റ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയാണ് ഈ ഗൂഗിൾ മീറ്റ്. അന്ന് പ്രയർ ലൈനിൽ കാണാതെ സഹോദരിമാർ തമ്മിൽ പ്രാർത്ഥിച്ചെങ്കിൽ ഇന്ന് മുഖം കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാൻ ദൈവം ഇതൊരുക്കി വെച്ചിട്ടാ മറ്റേത് കട്ട് ചെയ്ത്. നമ്മൾ അന്നേരം തന്നെ പറഞ്ഞത് യേശുവിന്റെ നാമത്തിൽ തടസ്സങ്ങൾ പോട്ടെ, പ്രയർ ലൈൻ വരട്ടെ. നമ്മുടെ പ്രാർത്ഥന അങ്ങനെ, ഞങ്ങൾക്ക് ആ ലൈൻ തന്നെ വേണം, യേശുവിന്റെ നാമത്തിൽ അത് തന്നെ വേണം. നല്ലതാ. പക്ഷേ ദൈവം പറയാം, മോളെ ചുമ്മാ നിർബന്ധം പിടിക്കല്ലേ, പിടിവാശി പിടിക്കല്ലേ, തരാൻ പോകുന്നത് അതിന് നല്ലതാ, ചൂടെ നല്ലതാ, ഒരുക്കി വെച്ചേക്കണം. ചുമ്മാ ഇതിനിട്ട് പിടിച്ചോണ്ടിരിക്കാതെ. രാത്രി ദൂത് പലരുടെയും അകത്ത് കയറുന്നുണ്ടെന്ന് എനിക്കറിയാം. ചില വിഷയത്തിന് വേണ്ടി നമ്മളങ്ങ് നിർബന്ധം പിടിക്കുമ്പോ കർത്താവ് നോന്ന് പറയുമ്പോ പിന്നെ ഞാൻ ഈ പ്രാർത്ഥനയ്ക്കും വരുന്നില്ല, കൂട്ടായ്മയ്ക്കും വരുന്നില്ല, ഒന്നുമില്ല. അങ്ങനെയല്ല. തരാനിരിക്കുന്നത് അതിലും ശ്രേഷ്ഠം. ദൈവം തരാനിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായത് വരാന് ചിലത് വൈകുന്നു, ചിലത് കിട്ടാതെ വന്നു.
ചിലത് നഷ്ടപ്പെട്ടു. നഷ്ടങ്ങളെയൊക്കെ കർത്താവിന്റെ ആ കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുചെല്ലുമ്പോഴാണ് നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലാവും. അപ്പം പ്രാർത്ഥനയിൽ ഒരുപാട് ഫലങ്ങളുണ്ട്. ഒത്തിരി ദൈവം നമ്മളെ പണിയാൻ ഉപയോഗിക്കുന്നതും നമ്മളിലൂടെ ചെയ്യാൻ പോകുന്നതും ഒക്കെ ദൈവം നമ്മളെ പഠിപ്പിക്കും. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. ഞാൻ ഇന്ന് രാത്രിയിലത്തെ ചിന്തയ്ക്കായി ഒരു വചനം വായിക്കാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 39-ാമത്തെ വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 39-ാമത്തെ വാക്യം. ഇതാ ഞാൻ കർത്താവിന്റെ ദാസൻ. 38-ാം വാക്യം. 39. ആ നാളുകൾ മറി എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദ്യ പട്ടണത്തിൽ ബന്ധപ്പെട്ടിച്ചു. അതാണ് വാക്യം. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റു മലനാട്ടിൽ ഒരു യഹൂദ്യ പട്ടണത്തിൽ ബന്ധപ്പെട്ടിച്ചു. ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ആ നാളുകൾക്ക് പ്രത്യേകത. വേദപുസ്തകത്തിൽ ഒരു വാക്ക് വന്നാൽ അതിനകത്ത് പോലും പ്രത്യേകത. എന്തായിരിക്കും ആ നാളുകളുടെ പ്രത്യേകത? നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. ഇവിടെ 1-ാം അധ്യായത്തിൽ നമ്മൾ 2 സഹോദരിമാരെ കാണുന്നു. ശ്രേഷ്ഠരായ 2 സഹോദരിമാരെ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ കാണും. ആ നാളുകൾക്ക് പ്രത്യേകതയുള്ള ഒരു സമയമാണ്. മലാഖി പ്രവചനത്തിന് ശേഷം മത്തായിയുടെ സുവിശേഷം എഴുതുന്നതിനിടയിൽ 400 വർഷത്തെ കാലഘട്ടമുണ്ട്. 400 വർഷം. മലാഖി പ്രവചനത്തിൽ ദൈവം തന്റെ ജനത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് ആ പുസ്തകം പ്രവാചനം അവസാനിപ്പിക്കുക. പക്ഷെ മത്തായിലേക്ക് വന്നപ്പോ ദൈവം തന്റെ ജനത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയല്ല, സ്നേഹിക്കുന്നുവെന്ന് പുത്രനെ തന്ന് വെളിപ്പെടുത്തുകയാണ്. അതിനിടയിൽ 400 വർഷവും ഈ പ്രവചനം, മലാഖി പ്രവചനത്തിന്റെ അങ്ങോട്ട് കഴിയുമ്പോൾ കൂടി വന്ന ആ ഒരു ഉണർവ് അല്ലെങ്കിൽ ആ ഒരു കാലത്തെ വീര്യം ഒരു 100 വർഷം നിൽക്കാന്ന് വെച്ചു. 100 വർഷം പിന്നെ കിടക്കുക 300 വർഷം. ഈ 300 വർഷവും കൂടെ കഴിഞ്ഞ കാലഘട്ടത്തിലാണ് ഈ അധ്യായത്തിലെ സഹോദരിമാരുടെ സമയം. എന്ന് പറഞ്ഞാൽ കരിയില്ല, പുകയില്ല, ഉണർവിന്റെ ഒരു വഴിയുമില്ലാത്ത ഒരു കാലഘട്ടമാണ്. ദൈവത്തെ അനുസരിക്കുന്നവർ നന്നേ കുറവ്, ആർക്കുമില്ല. 400 വർഷം മുൻപുള്ള ചരിത്രത്തിൽ തൂങ്ങിക്കിടക്കുന്ന അനേകരില്ല. ആ ഇരുണ്ട കാലഘട്ടത്തിന്റെ അവസാനത്തിൽ ദൈവത്താൽ ഒരുക്കപ്പെടുന്ന സഹോദരിമാരാണ്. ഒന്നൊരു പുരോഹിതന്റെ ഭാര്യയായ എലിസബത്താണ്. ഒന്ന് ഒരു യഹൂദ്യ സ്ത്രീ പെൺകുട്ടിയായ മറിയ. അപ്പൊ പ്രവചനമില്ല, പ്രവാചകന്മാരില്ല, ദൈവശബ്ദം കേൾക്കാനില്ല, എല്ലാം കൊണ്ടും ഇരുണ്ടുപോയി എന്ന് തോന്നിയ ഒരു കാലഘട്ടത്തിന്റെ അവസാനത്തിൽ പുരോഹിതനെ കുറിച്ചും ഭാര്യയെ കുറിച്ചും എഴുതിയിരിക്കുന്നു. അവർ കർത്താവിന്റെ സകല കൽപ്പനകളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായി. അപ്പൊ ദൈവവചനം, വെളിപ്പാട്, പ്രവചനം, ദർശനം ഒന്നുമില്ലാത്ത ആ കാലഘട്ടത്തിൽ ദൈവവചനത്തിന്റെ അന്തസ്സത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ച ചില കുടുംബങ്ങൾ ഈ ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ ആരംഭത്തിൽ നമ്മൾ കാണുക. നിസ്സാരമായ കാര്യങ്ങൾ കൊണ്ട് ആരാധന മുടക്കുന്നവരും ദൈവവചനത്തെ എതിർക്കുന്നവരും ദൈവത്തിനെതിരെ സംസാരിക്കുന്നവരുമൊക്കെ ഉള്ള ഈ സാഹചര്യങ്ങളെ കുറ്റം പറഞ്ഞ് ദൈവസാന്നിധ്യം മറക്കാത്ത ചില
വ്യക്തികളെ ഈ വേദപുസ്തകത്തിൽ പരിശുദ്ധാത്മാവെടുത്ത് എഴുതുമ്പോൾ അതിൻ്റെ അർത്ഥം ഒരു തരത്തിലും സാഹചര്യത്തെ കുറ്റം പറയാൻ നമുക്ക് അനുവാദമില്ല. കൂറിന്റെ ക്രമപ്രകാരം ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ട സഖര്യ പൗരോഹിത്യ ശുശ്രൂഷ നിൽക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ദൈവത്തിൽ നിന്നൊരു യഥാർത്ഥമായ അടുപ്പം പലർക്കും ഇല്ലാതെ അകന്നു മാറിയിരിക്കുക. എന്തെല്ലാം എക്സ്ക്യൂസ് പറയാനുണ്ടെന്നറിയാവോ അവർക്ക്? മക്കളില്ല. ഏകദേശം 50 വർഷത്തോളം പുരോഹിത ശുശ്രൂഷ ചെയ്തിട്ടും തങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു മറുപടി ഇല്ലാതിരിക്കുന്ന കാലഘട്ടം. മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റാത്തൊരു കാലഘട്ടം. ഇന്ന് രാത്രി ദൈവവചനം ശ്രദ്ധിക്കുന്നവരോട് ഞാൻ പറയാം, മാനുഷിക നിലയിൽ മറുപടികളൊന്നും ഇല്ലാതെ എല്ലാം കൊണ്ടും ഇരുണ്ട അനുഭവവും തോന്നുന്ന ഒരു കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ വ്യത്യസ്തരായി വിശുദ്ധരായി ദൈവത്തിന് വേണ്ടി നിൽക്കാൻ കഴിയുന്നെങ്കിൽ മാത്രമേ നമ്മൾ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെടുകയും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുകയും ചെയ്യാൻ കഴിയും. മാനുഷികമായ എല്ലാ പരിഗണനകളും ലഭിച്ചിട്ടും ദൈവത്തെ പുറംകാലി കൊണ്ട് തള്ളി മാറ്റി നിൽക്കുന്ന 100 കണക്കിന് ആൾക്കാർ ഇന്ന് ലോകത്തിലുണ്ട്. നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി വേർപാട് സമൂഹത്തിൽ നിന്ന് മടങ്ങിപ്പോകുന്നവർ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടം. സാഹചര്യങ്ങൾ മോശമാണതുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നില്ലെന്ന് ചിന്തിക്കുന്നവരുടെ നാട്ടിൽ ഈ കുടുംബങ്ങൾ വ്യത്യസ്തരാണെന്നാണ് ഞാൻ. അങ്ങനെയുള്ള നാളുകളിലാണ് ഈ സഹോദരിമാർ ജീവിക്കുന്നത്. അപ്പൊ നമുക്ക് ചെറിയൊരു സുവിശേഷത്തിനെതിരെയുള്ള ഒരു പ്രശ്നം വന്നാൽ നമ്മളങ്ങ് മടുക്കുക. പ്രതികൂല സാഹചര്യം വരുമ്പോ പിന്നെ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റത്തില്ല. പക്ഷെ ഈ സഹോദരിമാരെ നോക്കി, അവർക്ക് ദൈവത്തെ വിട്ടുമാറാൻ കഴിയാതിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിലെ പല വ്യക്തികളുണ്ട്. എല്ലായിടത്തും പറയാൻ എനിക്ക് ചുരുങ്ങിയ സമയത്തിനകത്ത് പറയാവുന്ന കാര്യങ്ങൾ പറയും. ഒരു ശിമ്യോൻ എന്ന് പറയുന്ന വൃദ്ധനായ ഒരു മനുഷ്യൻ നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ ആരംഭത്തിൽ കാണുന്നു. അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും, അദ്ദേഹം ഒരു ശാസ്ത്രിയായിരുന്നു. അദ്ദേഹം വേദപുസ്തകത്തിന്റെ അന്നത്തെ തുകൽ ചുരുളുകൾ ഇന്നത്തെ പോലെ പ്രിന്റിംഗ് മെഷീൻസ് ഒന്നും ഉള്ള കാലഘട്ടത്തിലല്ല വേദപുസ്തകം. അന്ന് തുകൽ ചുരുളുകളിൽ എഴുതി വെച്ചിരിക്കുക. അപ്പൊ ഒരാൾക്ക് അങ്ങനെ ഒരു പുസ്തകം അല്ലെങ്കിൽ ചുരുള് വേണമെങ്കിൽ ഒരാള് പകർത്തി എഴുതണം. അതൊക്കെ വലിയ റിസ്ക് ഉള്ള കാര്യം. വെറുതെ ഒന്നും പകർത്തി എഴുതാൻ പറ്റത്തില്ല. വളരെ വിശുദ്ധിയോടെ ഭവ്യതയോടെ ചെയ്യേണ്ട കാര്യമാ പകർത്തി എഴുതുക. തൂവലുകൾ മഷിയിൽ മുക്കി ഓരോ വാക്കുകളും വളരെ ഭയത്തോടെയാ പകർത്തി എഴുതുന്നു. ചുമ്മാ പ്രിന്റിംഗ് മെഷീൻ അടിച്ചുവിടുന്ന പോലെയോ നമ്മൾ ചുമ്മാ ലേഖനം എഴുതുന്ന പോലെയല്ല. അന്ന് വളരെ ഭയത്തോടെ എഴുതിയ കാലഘട്ടം. അങ്ങനെ ശിമ്യോൻ എന്ന് പറയുന്ന മനുഷ്യൻ ഇങ്ങനെ പകർത്തി എഴുതി വരുമ്പോൾ യെശയ്യാവ് 7:14 വായിച്ചു താൻ. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അദ്ദേഹം തന്റെ തൂലിക താഴെ വെച്ചു. ഞാൻ എഴുതത്തില്ല, ഞാൻ പകർത്തത്തില്ല, അതൊരിക്കലും നടക്കാത്ത കാര്യം, ഞാൻ പകർത്തത്തില്ല. ശിമ്യോൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായിരുന്നു എന്ന് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഭാഗങ്ങൾ വായിക്കാൻ സമയമെടുക്കുന്നു. അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ. ഏത് കാലഘട്ടത്തിൽ, ഏത് നാളുകളിൽ, പറഞ്ഞ വാക്ക് മറക്കണ്ട, ഏത് നാളുകളിൽ? ഈ ഇരുണ്ട കാലഘട്ടത്തിന്റെ അവസാനം. എല്ലാം അവസാനിച്ചെന്ന് തോന്നി ദൈവത്തോടുള്ള ബന്ധവും അടുപ്പവും ഇല്ലാതെ ജനം മറ്റുള്ള വഴികളിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായിരുന്നു ശിമ്യോൻ. അപ്പൊ പരിശുദ്ധാത്മാവ് നിറയുന്നതിന് പ്രത്യേക അടച്ചുകെട്ടിയ സാഹചര്യങ്ങളൊന്നും വേണ്ട, ദൈവാത്മാവിന്റെ നിറവ് മതി. ഇവിടെ കരണ്ട് പോയതുകൊണ്ട് നിങ്ങൾക്ക് കാണാമെന്ന് എന്റെ വിശ്വാസം. അപ്പോ ഏത് സാഹചര്യത്തിലും വിശ്വസിക്കുന്നതിന് മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഈ ശിമ്യോന് ഇത് എഴുതുകയില്ല എന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് തന്നോട് സംസാരിച്ചു, നീ ഇത് എഴുതണം. എഴുതുക മാത്രമല്ല, എഴുതിയത് നീ കാണുകയും ചെയ്യും. നീ എഴുതുന്നത് നീ കാണും. അങ്ങനെയാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശു ക്രിസ്തുവിനെ അവന്റെ മാതാപിതാക്കൾ എടുത്തുകൊണ്ടുവരുമ്പോൾ ആ മനുഷ്യൻ ചെന്ന് ആ കുഞ്ഞിനെ കാണുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്,
നമുക്കറിയാവുന്ന ഭാഗമായതുകൊണ്ടാണ് ഞാനത് വായിപ്പിക്കാത്തത്. നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കും. മരണമില്ലാത്ത കർത്താവാണ് മറിയയുടെ യോസഫിന്റെ കയ്യിലിരിക്കുന്നുള്ള തിരിച്ചറിവ് വന്നപ്പോൾ അദ്ദേഹം പറയുക, ഈ കുഞ്ഞ് സാധാരണ കുഞ്ഞല്ല, ഇതൊരു നാഥനാണ്. ജാതികൾക്ക് വെളിപ്പെടാനുള്ള പ്രകാശമാണ്. കന്യക ഗർഭിണിയായി പ്രസവിച്ച കുഞ്ഞാണിത്. ഒരിക്കലും ചരിത്രത്തിൽ നടക്കാത്തൊരു സംഭവമാണ് നടക്കുന്നത്. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായ ആ മനുഷ്യനത് കണ്ടു. ഇത് രാത്രി ആ നാളുകളിൽ സംഭവിച്ച ചില കാര്യങ്ങൾ ഞാൻ ഉറപ്പിച്ചെന്ന് മാത്രമേ. ഇതുപോലെ മറ്റൊരാൾ ഹന്ന ദീർഘവർഷങ്ങളായി ആലയത്തിനകത്തിരിക്കുക. കർത്താവിനെ കാണാൻ പറ്റുമെന്ന് വാഗ്ദത്തം ഉണ്ടായിരുന്നോ എനിക്കറിയില്ല. കർത്താവിനെ നീ കണ്ടിട്ടേ മരിക്കുള്ളെന്ന് ഹന്നയോട് വാഗ്ദത്തം ലഭിച്ചിരുന്നോ എനിക്കറിയില്ല. പക്ഷേ വാഗ്ദത്തമുള്ളവൻ ശിമ്യോൻ വാഗ്ദത്തം പ്രാപിക്കുമ്പോൾ അത് കണ്ടു നിന്നവർക്കും കൂടെ ദൈവം ചിലത് കൊടുക്കുക. നമ്മുടെ കൂടെ നിൽക്കുന്ന ചിലരും കൂടെ ഈ ദിവസങ്ങളിൽ ചിലത് കാണും. വാഗ്ദത്തം പ്രാപിച്ച ദൈവരാജ്യത്തിനു വേണ്ടി കാത്തിരിക്കുന്ന, ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുന്ന നിങ്ങളോട് ചേർന്നു വരുന്ന ചിലരും നിങ്ങൾക്ക് ലഭിക്കുന്ന വാഗ്ദത്തങ്ങളുടെ നിവർത്തി കാണത്തക്കവണ്ണം ദൈവം കാര്യങ്ങൾ ക്രമീകരിക്കട്ടെ. അങ്ങനെ ഇവരെല്ലാവരും ആ വാഗ്ദത്ത നിവർത്തി കണ്ടവരാ. ഞാൻ തിരിച്ചു വരുന്നു ആ നാളുകളിൽ. അപ്പൊ ആ നാളുകൾക്ക് വീണ്ടും പ്രത്യേകത. അങ്ങനെ ഇരിക്കുമ്പോൾ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യാൻ ആലയത്തിനകത്ത് ചെന്ന സക്കരിയാവിനോട് ദൂതൻ സംസാരിക്കും. ദൂതൻ സംസാരിക്കുന്നത് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന. എത്ര നാൾ പ്രാർത്ഥിച്ചു? ഞാൻ ചോദിക്കട്ടെ, ഇത്രയും വർഷമായിട്ടും സക്കരിയാവ് പ്രാർത്ഥന നിർത്തിയില്ല. സക്കരിയാവും എലിശബത്തും ഇന്നും പ്രാർത്ഥിക്കുന്നവരാ. ദൂതന് തെറ്റുപറ്റി പറഞ്ഞതല്ല നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. വിഷയങ്ങളുടെ മറുപടികൾ വൈകിയാലും പ്രാർത്ഥന നിർത്തരുത്. നാം വിചാരിക്കുന്ന സമയത്തായിരിക്കില്ല പലതിൻ്റെയും മറുപടി ലഭിക്കുന്നത്. നാം വിചാരിക്കുന്ന സമയത്ത് ചിലത് ലഭിച്ചാൽ അത് പ്രയോജനമാകില്ല. അതുകൊണ്ട് ചിലത് വൈകുന്നു. ഈ രാത്രി ഇതിനകത്ത് പല സ്ഥലങ്ങളിൽ കയറിയിരിക്കുന്ന ദൈവദാസിമാരോട് ഞാൻ പറയാം, മറുപടി വൈകുന്നത് ഏറ്റവും ശ്രേഷ്ഠമായത് ദൈവം ഒരുക്കിയിട്ടാണ്. നമുക്ക് മനസ്സിലാകാത്ത നിലയിലുള്ള ചില മറുപടികൾ നമ്മളെ തേടിയെത്തും. ഞാൻ അവിടെ ഒരു വാക്ക് മാത്രം പറഞ്ഞിട്ട് മുൻപോട്ട് പോകാം. 50 വർഷം പ്രാർത്ഥിച്ചു. വിവാഹം കഴിഞ്ഞ് 2ാമത്തെ വർഷം ഒരു കുഞ്ഞിനെ കൊടുത്തു, അല്ലെ 5ാമത്തെ വർഷം ഒരു കുഞ്ഞിനെ കൊടുത്തു, അല്ലെ 10 വർഷം കഴിഞ്ഞൊരു കുഞ്ഞിനെ കൊടുത്തു. ഇതൊന്നും ദൈവത്തിന്റെ പദ്ധതിയിലല്ലാത്തത് കൊണ്ടാണ് 50 വർഷം കഴിഞ്ഞപ്പോൾ കൊടുത്തു. അതിന്റെ കാരണം 5 വർഷം കഴിഞ്ഞു കൊടുത്താൽ 45 വർഷവും കൂടെ കഴിഞ്ഞു വരുന്ന യേശുവിന്റെ മുന്നോടിയാകാൻ പറ്റൂ. യേശുവിന്റെ മുന്നോടിയാകണമെങ്കിൽ യേശു വരുന്നതിന് 6 മാസം മുൻപ് വരണം. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനില്ലെന്ന് പറയത്തക്ക നിലയിൽ ഏറ്റവും ശ്രേഷ്ഠമായതൊന്ന് നിങ്ങളുടെ വീടിനകത്ത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി തരാൻ ദൈവം കണക്ക് കൂട്ടി വെച്ചിരിക്കുമ്പോൾ അതിനേക്കാൾ ചെറുതായ ഒന്നിനു വേണ്ടി നിർബന്ധം പിടിക്കരുത്. നമ്മൾ ഓർക്കും ഇതാ ശ്രേഷ്ഠമെന്ന്. അത് അന്ന് കല്യാണം കഴിഞ്ഞ സമയത്ത് ഒരു കൊച്ചുണ്ടായെങ്കിൽ ഇപ്പൊ 50 വയസ്സായതിനും എനിക്ക് നോക്കി. ഇതൊക്കെ നമ്മുടെ ചിന്തയല്ലേ? നമ്മുടെ സമയത്ത് കിട്ടുന്നതൊക്കെ നമ്മുടെ ചിന്ത. പക്ഷെ തമ്പുരാൻ പറഞ്ഞത് വെയിറ്റ് ചെയ്യ. അറിയപ്പെടുന്നു സ്വർഗരാജ്യത്തിന്റെ ഏറ്റവും ഒടുവിൽ പഴയ നിയമത്തിൽ ചെല്ലുന്ന യോഹന്നാൻ സ്നാപകനെ എന്ന് പറഞ്ഞാൽ കർത്താവിനെ കുറിച്ച് പറയുന്ന ഒരുവനെ ഞാൻ നിന്റെ വീട്ടിൽ തരാനാ ഇത്രയും നാൾ നിന്നെ കരയിപ്പിച്ചത്, നിന്ദിക്കപ്പെട്ടത്, മറ്റുള്ളവർ മുൻപിൽ നീ അപമാനിക്കപ്പെട്ടൂല്ലേ, അത് ഇത്രയും നല്ലതൊരെണ്ണം തരാൻ വേണ്ടിയായിരുന്നു. അപ്പൊ ചിലതൊക്കെ വൈകുന്നത് നല്ലതാണെന്നുള്ള തിരിച്ചറിവുണ്ടാകും. ഇവിടെ സക്കരിയാവിനും എലിശബത്തിനോടും പറഞ്ഞു, പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി, പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി.
ദൂതനെ കണ്ടു. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും വർഷം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് പറയുമ്പോ പിന്നെ മറുചോദ്യം ചോദിക്കേണ്ട കാര്യമുണ്ട്? ഈ അധ്യായത്തിൽ തന്നെയുള്ള മറ്റൊരു സഹോദരി പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്നുള്ള നിലയിൽ വന്നപ്പോൾ അവൾ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അവളോട് അങ്ങനെ അല്ലല്ലോ പറഞ്ഞു, പ്രാർത്ഥനയ്ക്ക് ഉത്തരവായെന്നല്ല പറഞ്ഞു. മറിയേ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവായെന്ന് പറഞ്ഞില്ല. കാരണം മറിയ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയില്ല. യോസഫ് കൂടി വരുന്നതിന് മുമ്പ് ഒരു കൊച്ചുണ്ടാവണമെന്ന് മറിയ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണോ? അല്ല. അതുകൊണ്ട് മറിയോട് അതല്ല പറഞ്ഞു. മറിയോട് പറഞ്ഞ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ നീടലും. നീ പ്രാർത്ഥിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, നിന്നെ അതിനുവേണ്ടി സ്വർഗം തെരഞ്ഞെടുത്തിരിക്കുക. അയ്യോ, ഞാൻ കർത്താവിന്റെ ദാസ്, അതെങ്ങനെ സംഭവിക്കാന് എന്ന് അവള് ചോദിച്ചില്ലേ? അവള് ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കാന്? അതേ ചോദ്യമല്ലേ ഈ പുള്ളിയും ചോദിച്ചേ, ഇതെങ്ങനെ നടക്കാന് എന്ന് ചോദിക്കുമ്പോ ഒരാള് ചോദിച്ചതിന് വായിക്കങ്ങ് ക്ലിപ്പിട്ടു, പിണ്ടണ്ടായിന് കേട്ടോ, ഇന്നൊരക്ഷരമുണ്ട്. മറ്റേ ആള് ചോദിച്ചപ്പം ഒരു കുഴപ്പമില്ല. ഇതെന്ത് നമുക്ക് മനസ്സിലാകുന്നില്ല. ഒരാള് ചോദിച്ചു ഇതെങ്ങനെ നടക്കാന്, എന്തുകൊണ്ട് അവിടെ അങ്ങനെ ചോദിച്ചേ? ഇനി നടക്കാൻ സാധ്യതയില്ലാത്ത തരത്തിൽ എലിസബത്തിന്റെ ശരീരഘടന മാറിയിട്ടുണ്ട്. ഒരു സ്ത്രീ ഗർഭിണിയായി പ്രസവിക്കണമെങ്കിൽ അവളുടെ ശരീരത്തിന് വേണ്ട കാര്യങ്ങൾ നടക്കണം. അതെല്ലാം നിന്നുപോയൊരു സ്ത്രീ ഇനി പ്രസവിക്കത്തില്ല. അപ്പൊ ആ സ്ത്രീയെ കണ്ടോണ്ടാണ് പ്രാർത്ഥന. അപ്പൊ പിന്നെ പുള്ളി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എന്തിന്? ഇതെല്ലാം കൺഫ്യൂഷനാ. അപ്പൊ നമ്മൾ പലതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും നമ്മൾക്ക് പ്രാർത്ഥനയെ വലിയ വിശ്വാസം ഇല്ലെന്ന്. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മണിക്കൂറുകളൊക്കെ പ്രാർത്ഥിച്ചു കളയും. ചില മനുഷ്യർ മണിക്കൂറുകൾ പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് എന്താ, നെഗറ്റീവിന്റെ PhD എടുത്തവരായിരിക്കും. പ്രാർത്ഥിച്ചിട്ട് ഓ നടക്കത്തൊന്നുമില്ല, പിന്നെ അങ്ങ് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കരുത്. നീ പ്രാർത്ഥിക്കുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കും. ഞാന് പ്രസംഗവേദി പറയുന്നൊരു കാര്യം നിങ്ങളോട് പറയും. ഉറങ്ങുന്ന നല്ല സമയമുണ്ട്, ഉറക്കമൊക്കെ ഒന്ന് പോവാനെന്നല്ല. ഒരു മദ്യഷാപ്പ് ഒരു സ്ഥലത്ത് പണിയ. അപ്പൊ തൊട്ടടുത്തൊരു പെന്തക്കോസ്തുകാരുടെ പ്രാർത്ഥനാ ഹോൾ. അപ്പൊ മദ്യഷാപ്പ് പണിയാൻ വന്നു, കെട്ടിടമൊക്കെ പണിത്. പക്ഷെ എന്ത് ചെയ്താൽ അത് തുടങ്ങാൻ പറ്റത്തില്ല. ലൈസൻസും കിട്ടുന്നില്ല, കാര്യങ്ങൾ നടക്കുന്നില്ല, ചെയ്യാൻ പറ്റുന്നില്ല. ഇയാൾക്ക് മനസ്സിലായി ഈ പെന്തക്കോസ്തുകാരുടെ പ്രാർത്ഥന കാരണം മദ്യഷാപ്പിന്റെ ലൈസൻസ് കിട്ടുന്നില്ല. പുള്ളി ഒട്ടും മടിച്ചില്ല. പുള്ളി പോയി കേസ് കൊടുത്തു, കോടതി കൊണ്ട് കേസ് കൊടുത്തപ്പോ വക്കീൽമാർ 2 സ്ഥലത്ത് അണിനിരന്നു. മദ്യഷാപ്പ് കോൺട്രാക്ടറിന് കാശ് കൂടുതലുണ്ടല്ലോ, അപ്പൊ പുള്ളിക്ക് നല്ല വക്കീലിനെ വെച്ചു. സഭക്കാര് ഒരു ചെറിയ വക്കീലിനെ കണ്ടുവച്ചു. വിധി നടപ്പാക്കുന്ന ദിവസം വന്നു, കോൺട്രാക്ടറും വന്നു, സഭക്കാരുടെ പ്രതിനിധിയും വന്നു. അപ്പോ വക്കീലന്മാരൊന്ന് വാദിച്ചു. ഒടുവിൽ ജഡ്ജി ചോദിച്ചു, കോൺട്രാക്ടർ പറയുന്നത് എന്താ? ഈ പെന്തക്കോസ്ത് സഭക്കാര് പ്രാർത്ഥിക്കുന്നത് കാരണം എനിക്ക് ലൈസൻസ് കിട്ടുന്നില്ല, എനിക്ക് മദ്യഷാപ്പ് തുടങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ ജഡ്ജി അവരോട് ചോദിച്ചു, പെന്തക്കോസ്തിന്റെ പ്രതിനിധിയോട് ചോദിച്ചു, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണോ ഇവർക്ക് മദ്യഷാപ്പിന് കോൺട്രാക്ട് കിട്ടാത്തത്? അപ്പം പെന്തക്കോസ്തിന്റെ പ്രതിനിധി പറഞ്ഞു, ഒരിക്കലും അല്ലെന്ന്. അപ്പൊ പ്രാർത്ഥിച്ചത് എന്തുവാ? നിങ്ങൾക്കൊന്നും മനസ്സിലാകാത്തവരിക്കുന്നതിനായി സ്തോത്രം. അപ്പൊ ജഡ്ജി വിധി പ്രഖ്യാപിച്ചു. ഞാൻ വിധി പ്രഖ്യാപിക്കുക എന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, മദ്യഷാപ്പ് കോൺട്രാക്ടർക്ക് പ്രാർത്ഥനയെ വിശ്വാസം ഉണ്ടെന്നും പെന്തക്കോസ്തുകാർക്ക് പ്രാർത്ഥനയെ വിശ്വാസമില്ലെന്നും തുടങ്ങി. ഇതാ നമ്മുടെ പ്രാർത്ഥന. പ്രാർത്ഥിക്കുന്ന എന്തുവാ? കർത്താവേ മദ്യഷാപ്പ് ഇവിടുന്ന് മാറ്റിക്കളയണം. മറുപടി വരുമ്പോഴോ, യോ ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ചിട്ടില്ല. യോ ഇല്ല, അങ്ങനെ ഇല്ല കേട്ടോ. അപ്പൊ ഇതിലേതാ വിശ്വസിക്കണ്ടേ? പ്രാർത്ഥിച്ച് മറുപടി വന്നാൽ ആയിരക്കണക്കിന് പേര് നിന്നാലും തൻ്റെ ഇടത്തോടെ പറയണം, ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ്. പേടിയുള്ളവരെ പ്രാർത്ഥിക്കാൻ പോകരുത്. മദ്യഷാപ്പൊക്കെ മാറ്റിയ അതൊക്കെ വലിയ പ്രശ്നം വരുന്നതല്ലേ. പ്രശ്നം വരുമെന്ന് അറിഞ്ഞോണ്ടല്ലേ പ്രാർത്ഥിക്കുന്നു. അതെല്ലാം ഇങ്ങനെ കംഫർട്ട് സോണിൽ ഇരുന്ന് സുഖമായിട്ടിരിക്കാന്ന് പറഞ്ഞാണോ ഇരിക്കുന്നത്? വരുന്നുണ്ട്, ഒന്നും ആയില്ല.
നമ്മുടെ വിചാരമെല്ലാം സേഫ് സോണിലിരുന്നല്ല. ഇവിടെ മറുപടി ചിലപ്പോൾ പ്രശ്നങ്ങളായിരിക്കും വരുന്നത്. അങ്ങനെ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ടോ ഇതുവരെ? ഞങ്ങളുടെ പ്രശ്നം തീരുമെന്നും പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പുള്ളിക്കാരി വന്നിരുന്ന് പറയുന്നത് പ്രശ്നങ്ങളാന്ന്. ചിലത് പ്രശ്നങ്ങളായിട്ടാ വരുന്നേ. ചില മറുപടികൾ പ്രശ്നങ്ങളായിട്ടാ വരുന്നേ. ഞാൻ ഉദാഹരണം പറയാം വേദപുസ്തകത്തിൽ നിന്ന്. കല്ലറയുടെ വാതിക്കൽ കല്ല് ഉരുട്ടി വെച്ചു. ആര്? കർത്താവിനെ സ്നേഹിച്ച ശിഷ്യൻ. കല്ലറ കൊടുത്തവൻ ഉരുട്ടി വെപ്പിച്ചേച്ചാ പോയി. അപ്പൊ ചില കല്ലൊക്കെ സ്നേഹിക്കുന്നവര് തന്നെ ഉരുട്ടി വെക്കും, കൂടെ ഉള്ളവര് തന്നെ ഉരുട്ടി വെക്കും. ഇനി അത് ഉരുണ്ടു മാറാൻ പ്രാർത്ഥിക്കുക. ഇവര് പോകുമ്പോ പറഞ്ഞ തന്നെ ഈ കല്ല് ആര് ഉരുട്ടി മാറ്റും. ഈ കല്ലൊന്ന് മാറിയെങ്കിൽ ഈ ഒന്ന് കൊണ്ടു കൊടുക്കാമായിരുന്നു, സുഗന്ധവർഗം ഒന്ന് വെക്കാം. ഇത് അവരുടെ പറച്ചില്. അവരിങ്ങനെ വിഷമിച്ചു പോവാ. പക്ഷെ അവരവിടെ കല്ലറ എടുക്കുന്നപ്പം ഭൂകമ്പം വന്നു, കല്ലുരുണ്ടു മാറി. ഞാൻ ചോദിക്കട്ടെ, അവരൊരു പ്രാവശ്യമെങ്കിലും ഭൂകമ്പം വരാൻ പ്രാർത്ഥിച്ചു? ഞാൻ ഈ പറയുന്നൊക്കെ നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? അതോ ഞാൻ ഈ പറയുന്നൊക്കെ മനസ്സിലായിട്ടാണോ നിങ്ങൾ ഇരിക്കുന്നത്? എല്ലാവരെയും ഒന്നും കാണാൻ വേണ്ടി കർത്താവ് ഒരു ഭൂകമ്പം എന്ന് പറഞ്ഞേ. ഭൂകമ്പം അങ്ങനല്ല പോയെ. ഭൂകമ്പം വന്നാൽ വേറെ പല പ്രശ്നമുണ്ട്. ഭൂകമ്പത്തെ കുറിച്ച് അവർ ചിന്തിച്ചിട്ടില്ല. അവർക്ക് ഒറ്റ വിഷയമുള്ളൂ, കല്ലുമാ. പക്ഷെ കർത്താവ് പറഞ്ഞു ഭൂകമ്പം വരാതെ കല്ല് മാറിയേ. നമ്മുടെ ജീവിതത്തിലെ ചില കല്ലുകൾ മാറും കേട്ടോ. 2024 7-ാം മാസം തീരുക. നാളെയും കൂടെ കഴിയുമ്പോൾ 7-ാം മാസം തീരുക. കർത്താവിനറിയാം ഇന്ന് രാത്രിയിൽ ആ കല്ല് മാറ്റും. മാനുഷികമായ കരങ്ങൾ കൊണ്ട് അസാധ്യമായ ചില കല്ലുകൾ ഈ രാത്രി ഒറ്റ മിനിറ്റ് കൊണ്ട് മാറ്റാൻ ദൈവം ഒരു ഭൂകമ്പത്തെ അയക്കും. വിശ്വസിക്കണം. നമുക്ക് വേണ്ടി മാത്രമൊക്കെ ഒരു ഭൂകമ്പം വരും. നമുക്ക് വേണ്ടി മാത്രമൊക്കെ ദൈവം ചില കാറ്റടിപ്പിക്കും. നോഹയും കുടുംബത്തെ ഓർത്തൊരു കാറ്റടിപ്പിച്ച്. എല്ലാ കാറ്റുകളെയും ഒരുപോലെ തള്ളിക്കളയരുത്. ചില കാറ്റുകൾ ക്രൂരമായിട്ട് വേട്ടയാടുന്നു തോന്നാം. ചില കാറ്റുകൾ പറപ്പിച്ചുകൊണ്ട് പോയെന്ന് തോന്നാം. പക്ഷെ ഈ കാറ്റ് അവരുടെ പെട്ടകത്തെ ഉറപ്പിക്കുന്ന കാറ്റായി. ഇന്ന് രാത്രി ചില കാറ്റുകൾ കുടുംബജീവിതത്തിന് നേരെ, തലമുറകൾക്ക് നേരെ വീശി അടിക്കുമ്പോൾ, എല്ലാ മനുഷ്യരും തകർന്നെന്ന് വിധി പറയുമ്പോൾ ഓർക്കുക, നമ്മുടെ നേരെ അടിച്ച കാറ്റ് നമ്മുടെ പെട്ടകം, ഏറെ നാളായി ഒഴുകി നടന്ന പെട്ടകം ഉറയ്ക്കാൻ പോകുന്നതിന്റെ മറുപടിയാ. യേശുവിൻ നാമത്തിൽ ഈ സൂം പ്ലാറ്റ്ഫോമിലുള്ള ചിലരുടെ വീടുകൾക്കകത്ത്, ചിലരുടെ കുടുംബജീവിതത്തിനകത്ത്, ചിലരുടെ തലമുറകളുടെ മേൽ, ചില ജോലി സ്ഥലങ്ങളിൽ അവർ ഭാരപ്പെടുന്ന വിഷയങ്ങളിൽ ആ കാറ്റിന് അനുകൂലമായി വീശുവാൻ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. രാത്രി ഒരു ആത്മനിറവോടെ വേണം കേട്ടോ വചനം കേൾക്കാൻ. ഞാൻ ഇരുന്ന് ഈ സൂമിനകത്തൊക്കെ പ്രസംഗിക്കുന്ന എനിക്ക് വലിയ പ്രയാസം. ഞാൻ കയ്യും കാലും ഒക്കെ ഒന്ന് ഇളക്കി ഇത് ചാടിത്തുള്ളി പ്രസംഗിക്കുന്ന പ്രായമൊക്കെ നിങ്ങളെക്കാളൊക്കെ ഒത്തിരി കൂടുതലുണ്ടെങ്കിലും എനിക്ക് എൻ്റെ കർത്താവിനെ കുറിച്ച് പ്രസംഗിക്കുമ്പം എനിക്കിങ്ങനെ ഇന്നൊരു ഉറക്കം തൂങ്ങിക്കാൻ ഇഷ്ടമുള്ള ഒരാളല്ല. അതുകൊണ്ട് തന്നെ ഞാൻ പകുതി ഇപ്പം അങ്ങ് വേണ്ടെന്ന് വെക്കുക. ഇതിനകത്ത് ഞാനിരുന്ന് നല്ല വീര്യത്തിൽ പറയുമ്പോൾ ചിലർ അവിടെ നിന്ന് കൂർക്കം വലിക്കും. അത് കാണുമ്പോൾ എനിക്കൊരു മനപ്രയാസം. ഞാൻ ഉറങ്ങിയിട്ട് ദിവസങ്ങളാവും ചിലപ്പോൾ. അപ്പൊ നിങ്ങൾ ഉറങ്ങരുത്. ഉറങ്ങിയാൽ ഈ വചനം കേൾക്കാതെ അങ്ങ് പോകും. കൊത്തിക്കൊണ്ട് പോവാൻ ഇങ്ങനെ അടുത്ത ആള് വന്ന് നിൽക്കുന്നത് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടേ നിൽക്കാവുള്ളൂ. അപ്പൊ വചനം പിടിച്ചെടുത്തോണം. ഈ പാളയത്തിലേക്ക് കാടപ്പക്ഷി അങ്ങോട്ട് പറത്തി വിട്ടപ്പം അവര് വേണേ പിടിക്കാം, വരട്ടെ, എന്റെ അടുക്കലോട്ട് വരട്ടെ, എനിക്ക് പറ്റുമെങ്കിൽ ഇങ്ങനെ വല്ലതും ആണോ അവരിരുന്നേ? 2 പുഴ ഉയരത്തിൽ എന്ന് പറഞ്ഞാൽ കൊച്ചു പിള്ളേർക്ക് പോലും പിടിക്കാവുന്ന നിലയിൽ കാടപ്പക്ഷി പറന്നു വരുമ്പോ നമ്മൾ പിടിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പം പിടിച്ചോണം, അന്നേരം പിടിക്കണം. ഇതിലവിടെ പിടിച്ചിട്ട് എന്നാ ചെയ്യാൻ? പിടിച്ചത് ഈ വെക്ക്, അതൊക്കെ നമുക്ക് ഉണക്കിയെടുക്കാമേ. ദൈവം തരുന്ന ദൂത് ചാടി എടുത്തോണം. ഇന്ന് പഴയ പോലെ ദൂതിനൊന്നും വലിയ വിലയൊന്നുമില്ല. ഞാൻ നിങ്ങളോട് ഇതൊക്കെ പറയുമ്പോൾ ഞാൻ ആത്മാവിൽ പറയുക. ചില യോഗങ്ങൾക്കകത്ത് വലിയ കൺവെൻഷനുകളും മീറ്റിങ്ങുകളും ഒക്കെ നടക്കുന്നതിനകത്ത് ഞാൻ അറ്റൻഡ് ചെയ്യാനും പോകും. ഞാൻ പ്രസംഗിക്കുന്നയാൾ മാത്രമല്ല, നല്ലതായിട്ട് കേൾക്കാൻ ഇഷ്ടമുള്ള ഒരാൾ. എവിടെ ഒരു സുവിശേഷ യോഗം ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ ഫ്രീ ആയിട്ടുള്ള ദിവസമാണ് ഞാൻ പോകും. എനിക്ക് അവിടെ പോയി ഒന്ന് കേൾക്കണം. കാരണം ആ യോഗത്തിൽ എനിക്കൊരു ദൂതുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ഒരു മീറ്റിങ്ങിന് നിൽക്കുക, KJ തോമസ് കുമളി ദേവദാസൻ പ്രസംഗിക്കുക. അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ ഞാൻ അലറി കരഞ്ഞ് ദൂത് പിടിച്ചെടുക്കുക. ഞാൻ മൊത്തം പേരെ നോക്കിയപ്പോ എല്ലാം കരിങ്കരിഞ്ഞ് കാറ്റ് പിടിച്ചുകൊണ്ടിരിക്കും.
അവർക്ക് ആർക്കും അത് വേണ്ട, പക്ഷെ എനിക്കത് വേണം. ഞാൻ ചാടി പിടിച്ചു. ഞാനൊരു ദൂതിന് വേണ്ടി ആഗ്രഹിച്ച ഒരു മീറ്റിങ്ങിന് പോന്നേ. ഇന്ന് രാത്രി വെറുതെ കാഴ്ചക്കാരിയെ പോലെ ഇരിക്കരുത് കേട്ടോ. എന്തെങ്കിലും പ്രാപിക്കാതെ പോകരുത്. പരിശുദ്ധാത്മാവിന് നിങ്ങളെ ആവശ്യമുള്ളത് കൊണ്ടാ ഈ രാത്രിയിലും ഇതിനകത്ത് നിങ്ങളെ കൊണ്ടുവന്നത്. ഞാനും പ്രാർത്ഥിക്കുക. ഇപ്പൊ ഈ സൂം വന്നതിന് ശേഷം ഉള്ളൊരു, ഞാൻ സൂമിനകത്ത് പലരോട് ഓണാക്കാൻ പറയും വീഡിയോ. കാരണം ഇവരിവിടെ ചമ്മന്തി അരയ്ക്കുമായിരിക്കും. അന്നമാമ പ്രാർത്ഥിക്കും എന്ന് പറയുമ്പോ അന്നമാമ കല്ലവിടെ വെച്ച് കൈ കഴുകിയിട്ട് വേണം വരാൻ, അല്ലെ മോത്തങ്ങാനും തൂത്ത ചമ്മന്തിയുടെ എരിവാവത്തില്ല. അന്നമാമ പ്രാർത്ഥിക്കും. മറിയാമ്മ ചേർത്തി പ്രാർത്ഥിക്കട്ടെ എന്ന് പറയുമ്പോൾ മറിയാമ്മ ചേർത്തി കല്ലെ തുണി അലക്കിക്കൊണ്ടിരിക്കുക. അമ്മ മറിയാമ്മ ഉണ്ടോ? ഉണ്ട്. ഇല്ലേ? ഇല്ല. അതാ സൂമ്. കൊറോണക്കാലത്ത് ഇതൊക്കെ നടക്കും. ഇപ്പൊ ഈ കളി ഒന്നും നടക്കുകയല്ല. വീട്ടിലെ പണിയിലിടയ്ക്ക് ഇത് ഓണാക്കി വെച്ചേച്ച് എന്തും ചെയ്യാം. നോ, ഇത് ദൈവ വചനമാണ്, ഇത് ദൈവ സന്നിധിയാണ്. ഭയത്തോടെ വേണം നാം ദൈവസന്നിധി ഇരിക്കാൻ. നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ട് എന്തെങ്കിലും കാണിക്കുന്നതല്ല ദൈവ സാന്നിധ്യം. നാം വളരെ ഭയത്തോടെ യഹോവയെ സേവിക്കണം. ദൈവഭയം നഷ്ടപ്പെട്ട ഒരു കൂട്ടം ഇന്ന് ലോകത്തിൽ ജീവിക്കുന്നുണ്ട്. അവരെ പോലെ നാം ആകരുത്. നാം ജാതികളെ പോലെ ആകരുത്. ദൈവഭയം നഷ്ടപ്പെട്ട് എവിടെയും കൊണ്ട് കൊടുത്ത് എന്തേലും കൊടുത്തിട്ട് വീട്ടിൽ വരുന്നവരെ പോലെ ആകരുത്. മല കയറാൻ പോയിട്ട് മല കയറിയിട്ട് താഴെ ഇറങ്ങുമ്പോ പിന്നെ എന്തു ആകാം? ഇല്ല. മാലയിട്ടു, നേർച്ച നോക്കി, നൊയമ്പ് നോക്കി പോയിട്ട് വന്നാൽ പിറ്റേ ദിവസം മുതൽ എന്തും ചെയ്യാൻ? നോ. അങ്ങനെ ഒരു വ്യവസ്ഥ വേർപെട്ട ദൈവജനത്തിനില്ല. ദൈവജനത്തിനുള്ളത് 24 മണിക്കൂറും. ഈ പറയുന്ന കുടുംബത്തെ നോക്കി, അവർ ദൈവസന്നിധിയിൽ കർത്താവിന്റെ സകല കൽപ്പനകളിലും കുറ്റമില്ലാത്തവരായി ജീവിക്കുന്നവരുമായിരുന്നു. അവർ ജീവിച്ച എവിടാന്നറിയാമോ? ദൈവസന്നിധിയിൽ. സമയം പോവാല്ലേ, ഞാനൊരു വാക്ക് അവിടെ പറയാനും കൂടെ പറഞ്ഞേക്കാം. മെസ്സേജ് ഒന്നും തീരത്തില്ല, എന്നാലും ഞാൻ പറഞ്ഞേക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം നിങ്ങളുടെ കയ്യിൽ ആ വേദപുസ്തകം ഉണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ പെട്ടെന്ന് കാണിക്കാം. ഞാൻ ചോദ്യം ചോദിക്കേണ്ട അതിന് സമയമില്ല. 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം നോക്കിയാൽ മതി. ഇരുവരും ദൈവസന്നിധിയിൽ. എവിടെയാ? ദൈവസന്നിധിയിൽ അവർ ജീവിച്ചവര്. ദൈവസന്നിധിയിൽ അവർ കുടുംബജീവിതം നയിച്ചവരാണ്. 8-ാം വാക്യം, ദൈവസന്നിധിയിൽ അവർ ശുശ്രൂഷ ചെയ്തവരാണ്. ദൈവസന്നിധി ജീവിച്ചു, ദൈവസന്നിധി ശുശ്രൂഷ ചെയ്തു. 15-ാം വാക്യം, അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാണ്. ദൈവസന്നിധിയിൽ ജീവിച്ച് ദൈവസന്നിധി ശുശ്രൂഷിക്കുന്നവരുടെ തലമുറ ദൈവസന്നിധിയിൽ വലിയവനാകും. അതിന്റെ 19-ാമത്തെ വാക്യം, ദൂതൻ അവനോട്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകും. അപ്പോ ദൈവസന്നിധി ജീവിക്കുന്ന, ദൈവസന്നിധി ശുശ്രൂഷ ചെയ്യുന്ന, ദൈവസന്നിധിയിൽ നിൽക്കുന്ന തലമുറയുള്ളവരോട് ദൈവസന്നിധിയിൽ നിൽക്കുന്നവരെ ദൂത് പറയത്തുള്ളൂ. വഴിയെ പോകുന്ന മുഴുവൻ പേരും വന്നച്ച് തലേ കൈവച്ച് ദൂത് പറയരുത്, പറയിപ്പിക്കരുത്. കാണുന്നവരെല്ലാം അങ്ങ് തലേ കൈവച്ച് ദൂത് പറയാ പോരെ, പ്ലീസ്. ഞാൻ നിങ്ങളോട് വളരെ വിനയത്തോടെ പറയാം, ദൈവവചനത്തിന്റെ വ്യവസ്ഥ വിട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുന്നുണ്ട്. എല്ലായിടത്തും പിള്ളേരെ കൊണ്ടുപോയി തലവെപ്പിക്കരുത്, കൈവെപ്പിക്കരുത്. പൈശാചിക ശക്തി കഴിയുമെങ്കിൽ വൃതന്മാരെ പോലും തെറ്റിച്ചു കളയുവാൻ പല വേഷത്തിലും പല പാപത്തിലും ഇറങ്ങിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഞാൻ ഈ സൂം പ്ലാറ്റ്ഫോമിൽ മുഴുവൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഓർക്കുക, ദൈവസന്നിധിയിൽ നിൽക്കുന്നവർ വേണം നിങ്ങളോട് ദൂത് പറയാൻ. ആരെങ്കിലും ഒക്കെ അതാണ് ഇതാണെന്നും പറഞ്ഞ് വന്നാൽ കേൾക്കാൻ നിന്നു കൊടുക്കരുത്. നിങ്ങളോട് പറയാൻ ദൈവത്തിനൊരു ദൂതുണ്ടെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരാളെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അങ്ങനെ വിശ്വാസമുണ്ടോ? അതോ ഞാൻ തേടി പോകേണ്ടതാണോ ദൂത്? ദൂത് നിങ്ങളെ തേടിയാ വരുന്നത്. മറിയ ഇരുന്നിടത്തും സക്കരിയാവ് ഇരുന്നിടത്തും ദൂതൻ അങ്ങോട്ട് ചെന്നു, നിന്നോടൊരു ദൂത് പറയാനുണ്ട് കേട്ടോ, നിങ്ങളോടൊരു ദൂത് പറയാനുണ്ട്. മറിയ, നിന്നോട് എനിക്കൊരു ദൂത് പറയാനുണ്ട്. ദൈവം എന്നെ അയച്ചതാ. ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്നവനാ. എനിക്ക് കള്ളം പറഞ്ഞിട്ട് പോകേണ്ട കാര്യമില്ല. ഞാൻ ഈ പറയുന്ന ദൂത് ദൈവസന്നിധി പ്രാപിച്ചതാ. ഈ രാത്രി ഞാൻ പരിശുദ്ധാത്മാവിൽ നിങ്ങളോട് പറയുക, അവർക്കും ഇവർക്കും തട്ടിക്കളിക്കാനുള്ള ഒരാളല്ല നിങ്ങൾ. ദൈവം കൊടുത്ത ദൂത് നിങ്ങളുടെ വീടിനകത്തു വരുമെന്ന് ഞാൻ നിങ്ങളോട് ആത്മാവിൽ പറയുക. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നയാളാണ്. എന്നോടൊരാൾക്കൊരു ദൂത് പറയണോ, ആ ആൾ എൻ്റെ അടുക്കൽ വരട്ടെ, ദൈവം അത് അയക്കും. നമ്മൾ ദൂത് നേടി നടക്കുക. അവിടെ ചെന്നയച്ച ദൂത് കേൾക്കാം, ഇവിടെ നോ.
നിങ്ങളുടെ പ്രാർത്ഥനാ മുറി അത് ഓലയിട്ടതാണേലും ഷീറ്റ് ഇട്ടതാണേലും മച്ചില്ലാത്തതാണേലും ഗ്രാനൈറ്റുള്ള വീടാണേലും ദൈവത്തിന് വിഷയമല്ല. നിങ്ങൾക്കുള്ള ദൂതും കൊണ്ട് അവിടെ വരും. പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനെ മറയ്ക്കാനൊന്നും ആർക്കും പറ്റില്ല. നമ്മളതുകൊണ്ട് തേടിപ്പോകണ്ട, നമ്മളെ തേടി. അപ്പൊ 4 കാര്യമാണ് ദൈവസന്നിധിയെ കുറിച്ച് ഞാൻ ഈ 1-ാം അധ്യായത്തിൽ പറയാം. അതൊക്കെ നിങ്ങളുടെ ഹൃദയസ്ഥമാക്കിക്കോ. അതൊന്നും വിവരിക്കാനുള്ള സമയം എന്റെ ദൂത് ഇന്ന് മുഴുവൻ തീരത്തുമില്ല. പക്ഷെ ഞാൻ പറയാവുന്നിടത്തോളം, എനിക്ക് ഇച്ചിരി നേരത്തെ ഇറങ്ങണമെന്ന് ഓർത്താ, പക്ഷെ നടക്കത്തില്ല. ഓക്കെ, അപ്പോ ഇവിടെ ആ നാളുകളിൽ എന്നുള്ളതാണ് നമ്മൾ വായിച്ചു വന്നത്. ഈ ഇരുണ്ട കാലഘട്ടത്തിൽ ഈ 2 സഹോദരിമാർക്കും, അപ്പൊ ഒന്നാമത്തെ പ്രാപിച്ച ദൂതുമായിട്ട് സക്കരിയാവ് വീട്ടിൽ വന്നു. പക്ഷെ മിണ്ടാൻ മേല, വായിക്ക് ക്ലിപ്പിട്ടു. അപ്പം കൊച്ചന്മാർ ചായയായിട്ട് ചെന്നിട്ട് അച്ഛാ ഇത് കുടിക്കാൻ ചോദിച്ചപ്പം അച്ഛൻ ഒന്നും മിണ്ടുന്നില്ല. ചായ കുടിക്കണുണ്ട്, പക്ഷെ ഒരക്ഷരം മിണ്ടുന്നില്ല. അപ്പൊ പോയപ്പോ ഇങ്ങനെ അല്ലായിരുന്നു. ദൈവം പറഞ്ഞ കാര്യത്തിന് അവിശ്വാസം കാണിച്ചാൽ പോയ പോലെ അല്ല വരും. ഒന്നിൽ അമ്മാമ്മ ആക്റ്റീവായിട്ട് നിപ്പുണ്ടല്ലേ, അച്ഛൻ ആക്റ്റീവ്, ഒരാളെ ഉള്ളൂ. 2 പേരും കൂടെ ആക്റ്റീവായ പ്രശ്നം. 2 പേരും കൂടെ ഒന്ന് ആക്റ്റീവായി നോക്കിക്ക്, ആ വീട് സ്വർഗമായി. നമുക്ക് അതിനുള്ളൊരു ആഗ്രഹം ഉണ്ടായാൽ മതി. ഞാൻ പ്രാർത്ഥിക്കും, അച്ഛനും ഞങ്ങൾ ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കും. ഒരു പൈശാചിക തന്ത്രവും നിങ്ങളുടെ വീട്ടിൽ വരത്തില്ല, അടുക്കത്തില്ല. അയ്യോ, അവര് തൊട്ടപ്പുറത്തെ വീട്ടിലുണ്ടല്ലോ, അവര് ഞങ്ങൾക്കെതിരെ എന്നും കൂടുപാത്ര, അവരെന്നും ഞങ്ങൾക്കെതിരെ മന്ത്രവാദം. എവിടെ ജയിക്കാന്? സ്വോത്രം മന്ത്രവാദം ചെയ്യാൻ ചെല്ലുമ്പം മന്ത്രവാദം ചോദിക്കും, നിങ്ങൾ ആർക്കെതിരെയാ ചെയ്യുന്നത്? ആ സ്വോത്രം പറയുന്നവർക്കെതിരെ ചെയ്യാൻ ഞങ്ങളില്ല കേട്ടോ. എന്താ ഏക്കിയല്ലേ നമ്മൾ പറഞ്ഞതന്നെ അവര് ചെയ്യൂ. സ്വോത്രത്തെക്കാൾ വലിയൊരു മന്ത്രം ഭൂമിയിലില്ല. വിശ്വസിക്കാവോ? നിങ്ങൾക്കെതിരെ നിൽക്കും തോന്നുന്നവർക്ക് വേണ്ടി നിങ്ങൾ സ്വോത്രം ചെയ്യും. ഓ, ആ അപ്പുറത്തെ വീട്ടിലെ ആ റോസമ്മ എന്നും എനിക്ക് പ്രശ്നമാണ്. റോസമ്മയ്ക്ക് വേണ്ടി സ്വോത്രം ചെയ്യും. ഞാൻ എൻ്റെ കൂടെയുള്ള സഹോദരിമാരോട് പ്രാക്ടിക്കലായി പറഞ്ഞു കൊടുക്കുന്ന കാര്യം പറയും. ഏറ്റവും കൂടുതൽ ഒരു സഹോദരി അടുക്കള നിൽക്കുന്ന സ്ഥലം ഏതാ? നിങ്ങൾ ആരും അടുക്കള നിൽക്കുന്നില്ല. എല്ലാവരുടെയും വീട്ടിൽ ഓൺലൈൻ ഫുഡാണ് വരുന്നത്. സ്വിഗ്ഗിയാണ് നിങ്ങളുടെ വീട്ടിലെല്ലാം വരുന്നതെന്നാണ് എനിക്ക് ഇപ്പം തോന്നുന്നു. എല്ലാം KFC മാത്രം കഴിക്കുന്നവരായതുകൊണ്ട് എല്ലാവരുടെയും വീട്ടിൽ അതാത് സമയത്ത് സ്വിഗ്ഗിയുടെ ഏജന്റ് വരുക അല്ലേ? ഞങ്ങളുടെ വീടുകളിലൊക്കെ സാധാരണ സ്ത്രീകൾ ജോലി ചെയ്യുന്ന അടുക്കളകളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ നിൽക്കുന്ന സ്ഥലം വാഷ് ബേസിന്റെ അടുക്കല ആണോ? പാത്രം കഴിവാണോ? അതൊന്നും ഡിസ്പോസിബിൾ ആണോ? എല്ലാം ഡിസ്പോസിബിൾ. ഇപ്പൊ ഡ്രസ്സ് വരെ ഡിസ്പോസിബിൾ ആക്കണമെന്ന് പറഞ്ഞിട്ട് ഉരി കളഞ്ഞാൽ മതിയല്ലോ, അലക്കണ്ട. അപ്പൊ ഈ വാഷ് ബേസിന്റെ അടുക്കല ഏറ്റവും, ഏത് കാര്യം എടുത്താലും 100 പ്രാവശ്യം പാത്രം കഴിയും അല്ലെ? അപ്പൊ വാഷ് ബേസിന്റെ മുകളിൽ ഒരു പേപ്പറിൽ എഴുതി ഒട്ടിക്കണം റോസമ്മ. എന്നിട്ട് ഓരോ പാത്രം കഴിയുമ്പോൾ റോസമ്മയ്ക്കായി സ്വോത്രം. ആരാ റോസമ്മ? നമുക്കെതിരെ നിൽക്കുന്ന, നമ്മളോട് വഴക്കുണ്ടാക്കുന്ന, നമുക്കെതിരെ കൂടോത്രം ചെയ്യുന്ന, നമുക്കെതിരെ ഭയങ്കര ശല്യാട്ടോ. ഞാൻ ദിവസവും കൊണ്ട് പോകുമ്പോഴേ അവള് തുടങ്ങും. അത് അമ്മായിയമ്മയാണേലും കുഴപ്പമില്ല, മരുമോളാണേലും ഒട്ടും കുഴപ്പമില്ല. ആ പേരങ്ങോട്ട് എഴുതി ഒട്ടിക്കണം. അമ്മച്ചി വന്നിച്ച് ചോദിക്കും, ഇതെന്നാടി എന്റെ പേരെഴുതി? ഞാൻ അമ്മച്ചിക്ക് വേണ്ടി സ്വോത്രം ചെയ്തുകൊണ്ടിരിക്കുക. അമ്മച്ചി സ്വോത്രം ചെയ്യട്ടെ. അമ്മച്ചി അടുത്ത വാഷ് ബേസിന്റെ മുകളില് മരുമോടെ പേര് എഴുതി വെച്ച് സ്വോത്രം ചെയ്തോട്ടെ. 2 ശരിയായി, ഓക്കെ ആവും, കുടുംബം ശരിയാവും. ഇതങ്ങനെ അമ്മായിയമ്മയ്ക്ക് മരുമോളെ കാണത്തില്ല. വന്ന മോള് പോയെന്ന് അതൊക്കെ പറഞ്ഞ് തൂത് തീരത്തില്ല. ഒരു ദിവസം കൂടെ വരാം, വിളിച്ചാൽ ഇന്ന് മിക്കവാറും എല്ലാം വിളി തീരും. കാരണം ഇതൊക്കെ കേൾക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യം, വല്ല വചനത്തിൽ വല്ലതും പറയാണ്ടേ പറഞ്ഞിട്ടും. നിങ്ങളിവിടുന്ന് ഉറങ്ങി, ഞാൻ വചനം മാത്രം പറയാൻ, നിങ്ങളിവിടുന്ന് ഉറങ്ങി ഇങ്ങനെ മേശയിലൊക്കെ പോയിടിക്കുന്നത് ഞാൻ കാണേണ്ടി വരും. അമ്മയമ്മയും മരുമോളും കൂടെ സ്നേഹമായിട്ടിരിക്കാമെങ്കിൽ ഒരു പിശാചും വീട്ടിൽ കടക്കും. ഞാൻ ഈ ചില വീടുകളിലൊക്കെ ചെല്ലുമ്പം ചില അമ്മച്ചിമാരുണ്ട്, ഈ പ്രായമുള്ള അമ്മച്ചിമാർ, ഭയങ്കര വഴക്കാ മരുമോളോട്. മരുമോളെ കാണാൻ വയ്യ. അമ്മച്ചി എന്നോട് പറയും, എന്റെ മോളെ ഇവളെ കൊണ്ട് ഒരു രക്ഷയില്ല. ഞാൻ ചോദിക്കും, പിന്നെ ആരെ കൊണ്ടാ രക്ഷയുള്ളേ? ആ കെട്ടിച്ചു വിട്ട പെണ്ണുണ്ടല്ലോ, അവള് കട്ടപ്പനയല്ല, അവള് വരും, ഓണത്തിന് വരുമോ? ഓണത്തിന് വരുമ്പോ 1/2 കിലോ അലുവായും കൊണ്ട് അവള് വരും. 16 പേരുള്ള വീട്ടിൽ 1/2 കിലോ അലുവായും കൊണ്ടാ കട്ടപ്പനയെന്ന് വരുവാ ഓണത്തിന്.
പിന്നെ വരുന്നത് ക്രിസ്മസിന്. അവധിയുള്ള നോക്കിയാട്ടോ ക്രിസ്മസ് ആഘോഷിക്കത്തൊന്നും. നമ്മളങ്ങനൊന്നും ആഘോഷമൊന്നും ഇല്ലല്ലോ നമുക്ക്. ഓണമേ ഇല്ല. സ്തോത്രം. എല്ലാവരും ഇറങ്ങിപ്പോവല്ലേ. ഞാൻ നോക്കട്ടെ എത്ര പേരുണ്ടെന്ന്. എന്റെ കരണ്ടും പോയി. 42. ഈ ഓണവും ക്രിസ്മസും അങ്ങനെയുള്ളതൊന്നും മാമോദിസായ്ക്കൊന്നും നമ്മൾ പോകത്തുപോലും ഇല്ല കേട്ടോ. വിശ്വാസി വന്നതിന് ശേഷം അങ്ങനെയുള്ള യാതൊന്ന് നാണമുണ്ടോ? നമ്മുടെ പിള്ളേർക്ക് മാമോദിസ നടത്തി 10 പേർക്ക് ഭക്ഷണം കൊടുക്കാതെ വല്ലോരുടെയും വീട്ടിൽ മാമോദിസായ്ക്ക് പോയിരുന്ന് കഴിക്കുക. അതെന്താ നിങ്ങളുടെ വീട്ടിൽ മാമോദിസ നടത്താൻ? ഞങ്ങളത് വിശ്വസിക്കുന്നില്ല. ഞങ്ങൾ ചെറിയ പിള്ളേരുടെ സ്നാനത്തിൽ വിശ്വസിക്കുന്നില്ല, ശിശു സ്നാനത്തിൽ വിശ്വസിക്കുന്നില്ല, ഞങ്ങൾ മുതിർന്നവരുടെ സ്നാനത്തിന് വിശ്വസിക്കുന്നില്ല, ഞങ്ങൾ വിശ്വാസ സ്നാനത്തിലാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പൊ പിന്നെ നിങ്ങൾ വിശ്വാസ സ്നാനമല്ലേ നടത്തുന്നത്? അതെ. അപ്പൊ അപ്പുറത്തെ മാവിയുടെ മോടെ കൊച്ചിന്റെ മാമോദിസയ്ക്ക് പോയ എന്തിനാ? അയ്യോ, അവര് വിളിച്ച് അവരെ എങ്ങനെ പിണക്കരുത്. കർത്താവ് പിണങ്ങിയാലും കുഴപ്പമില്ല, അവര് പിണങ്ങരുത്. പ്രമാണം അങ്ങ് കളയുക. നമ്മൾ വേറെ വഴിക്കോട്ടങ്ങ് പോവുക. അപ്പൊ അമ്മച്ചി എന്നോട് പറഞ്ഞു, നമ്മുടെ ഓണത്തിന് വരും, ഇന്നേരം എന്നാ കൊണ്ടുവരും അമ്മച്ചി? അരുവ കൊണ്ടുവരും. അരുവ എനിക്ക് വലിയ ഇഷ്ടമായോണ്ട് അരുവ കൊണ്ടുവരും. അതിങ്ങനെ കൊണ്ടുവന്ന് കിട്ടുന്ന എത്രയാണെന്നറിയോ? എലിയുടെ വാലിന്റെ എത്ര കിട്ടത്തുള്ളൂ. ഇത്രയും പേർക്ക് പകുത്തു കൊടുക്കണ്ടേ? ഞാൻ പറഞ്ഞു, അമ്മച്ചി ഇവക്കെന്താ കുഴപ്പം? എന്റെ കുഞ്ഞേ, ഇവളും സ്നേഹമില്ല, ഇവൾ ഒരു കാര്യവും നല്ലതായിട്ട് ചെയ്യത്തില്ല. അമ്മച്ചിയുടെ തുണിയൊക്കെ അലക്കുന്ന ആരാ? ഇവളാ. ഭക്ഷണം ഉണ്ടാക്കുന്ന ഇവളാ. അപ്പൊ ഇവിടുത്തെ പണിയൊക്കെ ചെയ്യുന്ന ഇയാളത്തെ ഇവളാ. ഞാൻ പറഞ്ഞു, നേരം വെളുക്കുമ്പോ മുതൽ 4 നേരത്തെ ഭക്ഷണം ഉണ്ടാക്കി തന്ന് തുണി അലക്കി വീടും വൃത്തിയാക്കി ഇടുന്ന ഇവളെ കൊള്ളിയല്ല. 5-6 മാസം കൂടുമ്പോ അരക്കിലോ അലുവായും കൊണ്ട് വന്ന് ഒരു കഷ്ണം തരുന്ന മോള് നല്ലതാ. അങ്ങനെ ഉണ്ട്. മയമ്മമാരൊക്കെ മാനസാന്തരപ്പെട്ടോണം ഇന്ന് രാത്രി. നമുക്ക് ഉൾക്കൊള്ളാം. നമ്മളെല്ലാം ഇപ്പൊ എല്ലാരും ചെറുപ്പത്തിലെ കല്യാണം കഴിച്ചോണ്ട് നമ്മളെല്ലാം അമ്മായിയന്മാരായി ഏകദേശം. തിരിച്ചെങ്ങനെയാണെന്നറിയാം. എനിക്ക് തള്ളയെ നോക്കാൻ പറ്റിയില്ല. വല്ല വൃദ്ധസ്ഥാനത്തിനും കൊണ്ടുവിടെ. വൃദ്ധസ്ഥാനത്തിനകത്ത് നമ്മളങ്ങ് നേരത്തെ കൊടുത്തേക്കുവാ, പൈസ അടച്ചു കൊടുത്തേക്കുവാ. പ്രായമാകുമ്പോ എനിക്ക് നോക്കാൻ പറ്റിയല്ല. എനിക്ക് ഇങ്ങനെയുള്ളവരുടെ ഒന്നും വല്ല പുത്തകമൊന്നും എടുക്കാൻ പറ്റിയല്ല. പിന്നെന്തിനാ ഇങ്ങോട്ട് പോന്നേ? ഈ നിങ്ങൾക്കുണ്ടായ ഭർത്താവിനെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോ ഉണ്ടായി വന്നാണോ? സൃഷ്ടിപ്പിൽ ദൈവം പറഞ്ഞു പക്ഷി മൃഗാദികൾ ഉണ്ടാകട്ടെ, മനുഷ്യർ അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പം, ഒരു രാജ്യം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മുടെ അച്ഛൻ വന്നേ? അല്ല. 9 മാസം അവരുദരത്തിൽ വെച്ച് ഛാർദിച്ച് കേടന്നു ഭക്ഷണം കഴിക്കാതെയൊക്കെ നമ്മളെ പോലെ തന്നെയാ. അവര് പ്രസവിച്ച് കഷ്ടപ്പെട്ട് വളർത്തി മീശയൊക്കെ വെച്ച് നമുക്ക് കിട്ടിയപ്പം അച്ഛനെ മാത്രം എനിക്ക് മതി, മേം വേണ്ട, അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരുന്നൊരു വചനവും കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ അതിലിങ്ങനെ മുറുകെ പിടിച്ചേക്കും. രണ്ടും തെറ്റാണ്. ഈ പുള്ളിക്കാരിക്ക് ഇങ്ങനെ പ്രസംഗിച്ച് നടന്നാ പോരെ? പുള്ളിക്കാരി നോക്കിയായിരുന്നു. ഞാൻ എൻ്റെ അമ്മായിയമ്മ നോക്കിയേച്ച് പറയുക. എൻ്റെ അമ്മായിയമ്മ നിങ്ങളുടെ അമ്മായിയമ്മമാരെ പോലൊന്നും അല്ല. ഭയങ്കര കാന്താരി എന്ന് പറഞ്ഞാൽ ഡബിൾ കാന്താരിയ. ഒരു വിധത്തിൽ അടുക്കത്തില്ല. അമ്മച്ചിയെ ഷീലയെന്നൊന്നും നേരാമണ്ണം വിളിച്ചിട്ടില്ല. മരിക്കുന്നതിന്റെ അന്ന് രാവിലെയാ ഷീലയൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാ പോയി. അത് മാത്രം എന്നെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു 10 ദിവസം എനിക്ക് നോക്കണമെന്ന് പറഞ്ഞു കർത്താവിനോട്. എന്നെ നോക്കിയിട്ടില്ല. പ്രസവിച്ച് കിടന്നിട്ട് പോലും എനിക്ക് അമ്മയില്ലായിരുന്നു. നോക്കിയിട്ടില്ല. നോക്കാതെ പോയാണ്. ഒരു നേരം പോലും ഭക്ഷണവും വെച്ച് തന്നിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് 10 ദിവസം നോക്കണമെന്ന്. അച്ഛൻ എന്നോട് പറഞ്ഞു മീറ്റിങ്ങുകളെല്ലാം മുടക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു മീറ്റിങ്ങുകൾ എനിക്ക് വിഷയം. മീറ്റിങ്ങെല്ലാം ഞാൻ ക്യാൻസൽ ചെയ്യാം. എനിക്ക് അമ്മയെ നോക്കണം 10 ദിവസം. ഞാൻ നിർബന്ധമായിട്ട് വീട്ടിൽ കൊണ്ടുവന്നു. മക്കളെല്ലാം കൂടെ പറഞ്ഞു വൃദ്ധസ്ഥാനം ചെയ്യാൻ ക്ഷീരവിടത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ കൊണ്ടുവന്ന് നോക്കി. ഞാനിത് പറയുമ്പോ സത്യമല്ലാതെ നിങ്ങളോട് പറയാൻ നിൽക്കൂ. അമ്മച്ചിയെ കൊണ്ടുവന്ന് നോക്കി. 39 ദിവസം നോക്കി. ഞാൻ ചോദിച്ചാൽ എത്ര ദിവസാ? 10. തമ്പുരാൻ ഒരു കുഴപ്പമുണ്ട്. ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായിട്ടേ തരും. 10 ചോദിച്ചാ 40 തരും. അച്ഛനോട് പറഞ്ഞിടി അമ്മച്ചി ഇങ്ങനെ കിടക്കും, നിനക്ക് ഞാൻ എല്ലാം ക്യാൻസൽ ചെയ്യുവാന്ന് പറഞ്ഞു. സഭായോഗത്തിന് പോലും പോയില്ല. പാസ്റ്റർ വന്നിച്ച് പറഞ്ഞു സിസ്റ്ററെ സഭായോഗത്തിന്. ഞാൻ ഇതിനകത്തൊരു തീരുമാനം, അമ്മച്ചി കൂടെ ആരാധനയ്ക്ക് വരട്ടെ. അമ്മച്ചി വിശ്വാസിയാ. അമ്മച്ചി ഞാനും കൂടെ ആരാധനയ്ക്ക് വരാം. അല്ലെ അമ്മച്ചി ഞാൻ പറഞ്ഞു വിട്ടേച്ചു വരാം, അല്ലാതെ ഞാൻ പോകത്തില്ലെന്ന്. അത് അമ്മച്ചിയെ വീടിനകത്തിട്ട് അടച്ചു. അത് നിങ്ങളുടെ കാര്യം, ഞാൻ വിടത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ മുറിക്കാത്തിരുന്നു അടച്ചു ഞാൻ പോകത്തില്ല. എന്റെ കൈ കിട്ടിയതിനെ നന്നായി നോക്കി കൊടുത്തേച്ചാൻ വരുത്തണം. 40ാമത്തെ ദിവസം സഭായോഗമായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ വെച്ച് സഭായോഗം നടന്നു. ശവടക്കം നടന്നു.
അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ശുശ്രൂഷയ്ക്ക് പോയി. അല്ലെ ഈ പുസ്തകം എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ആരെങ്കിലും പറയും നാളെ നോക്കാതെ നടന്നിച്ച് അവള് പ്രസംഗിക്കുവാന്ന് പറയല്ലേ. രാത്രി ഞാൻ നിങ്ങളെ വെല്ലുവിളിച്ച് പറയാം, ഏറ്റവും കഠിനയായ അമ്മായിയമ്മയാണെങ്കിൽ കൂടുതൽ സ്വോത്രം ചെയ്തോ, നിങ്ങൾ വെള്ളം കൊടുത്തേ മരിക്കും. നിങ്ങളെ പേര് പോലും വിളിക്കാൻ ഇഷ്ടമില്ലാത്തയാളാണെ സ്വോത്രം ചെയ്തു, വാഷ് ബേസിന്റെ മുകളിലോട്ട് എഴുതി ഒട്ടിച്ചു. അമ്മ കാണുന്നിടത്ത് എഴുതി ഒട്ടിക്കരുത്, പ്രശ്നം ഉണ്ടാക്കിയത് എന്റെ നമ്പറിൽ വിളിക്കരുത്, കൈകാര്യം ചെയ്തോ. പക്ഷെ എവിടാന്ന് വെച്ച് എഴുതി വെച്ച് സ്വോത്രം ചെയ്തു അമ്മ അമ്മയ്ക്ക് ആളും. ഓക്കെ, എന്റെ സമയം തീരും. അപ്പം ഞാൻ പറയാൻ വന്ന ദൂതിലേക്ക് വരുന്നേ ഉള്ളത്, തീരുമെന്ന് തോന്നില്ല, എന്നാലും പറയാം. ഈ എലിസബത്തിനും രണ്ടാമത്തെ ആള് മറിയ, ഇവർ രണ്ടുപേരും കൂടാണ് ബന്ധപ്പെട്ട് കാണാൻ ചെല്ലുന്നത്. ഞാൻ അത് മാത്രം പറഞ്ഞ് ഞാൻ നിർത്താൻ പോകും. ഈ എലിസബത്തിന്റെ ശരീരത്തിന്റെ ഘടനയനുസരിച്ച് സ്ത്രീകൾക്കുള്ള പതിവെല്ലാം തെറ്റി ആ ശരീരത്തിന് വേറൊരു സ്ഥിതിയായി. മറിയയ്ക്ക് വിവാഹത്തിന് ശേഷമാണ് ഒരു കുഞ്ഞുണ്ടാകേണ്ടത്. അതാണ് ശരിയായ നിലയിലുള്ള ദൈവം വെച്ച വ്യവസ്ഥ. ശ്രദ്ധിച്ചു കേൾക്കണം. അപ്പൊ ഇപ്പൊ രണ്ടു പേരുടെയും കാര്യത്തിൽ മാറ്റം സംഭവിച്ചിരിക്കുക. ഇവർക്ക് വേണ്ടി ദൈവം ചെയ്ത കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കും. എന്താ ദൈവം ചെയ്തേ? എലിസബത്തിന്റെ ശരീരത്തിന്റെ സിസ്റ്റം ദൈവം മാറ്റി. മറിയയുടെ ശരീരത്തിന്റെ സിസ്റ്റം ദൈവം മാറ്റി. എന്ത്? ഗർഭിണിയാകാനുള്ള ഒരു സ്ത്രീയുടെ ശരീരത്തിന്റെ സിസ്റ്റം അല്ല ഇപ്പോൾ എലിസബത്തിനുള്ളത്. പക്ഷേ ദീർഘനാളുകളിലെ പ്രാർത്ഥനയുടെ മറുപടിയായി ലോക ചരിത്രത്തിൽ നടക്കാത്ത ഒരു സിസ്റ്റം തന്റെ ശരീരത്തിലേക്ക് ദൈവം അപ്ലൈ ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ സ്ത്രീകൾക്കുള്ള മുറ പതിവ് തെറ്റിയിട്ടും ആ ശരീരത്തിനകത്തൊരു കുഞ്ഞുണ്ടാകത്തക്ക നിലയിൽ എലിസബത്തിന്റെ ശരീരത്തെ ദൈവം മാറ്റി. മറിയയുടെ ശരീരത്തിൽ നാച്ചുറലായി നടക്കേണ്ട ഗർഭം ആ നിലയിലല്ലാതെ അവളുടെ ശരീരത്തിന്റെ സിസ്റ്റവും ദൈവം മാറ്റി. പരിശുദ്ധാത്മാവി രാത്രി പറയുക, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരും ദൈവത്തെ കാത്തിരിക്കുന്നവരുമാണെങ്കിൽ ദൈവം നമ്മുടെ സിസ്റ്റം മാറ്റും. നമ്മുടെ ശരീരത്തിന്റെ സ്ഥിതി ദൈവത്തിനറിയാം. ഏത് വിഷയത്തിലാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അതിനകത്ത് ദൈവത്തിന് സെക്കൻഡ് മതി. എൻ്റെ വണ്ടി ഓടിക്കുന്ന ഒരു സഹോദരി ദീർഘദിവസങ്ങളൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എനിക്കും കംഫർട്ട് അതാണ്. പുള്ളിക്കാരി പുലിയാണ്, പുലി. നന്നായിട്ട് വണ്ടി ഓടിക്കും. ഞാൻ വണ്ടിയിലൊക്കെ കയറി ചില സമയത്ത് ശുശ്രൂഷ കഴിയുമ്പോൾ അങ്ങ് ഉറങ്ങും. പുള്ളിക്കാരി ഒരുപോലെ കണ്ണടയ്ക്കാതെ വീട്ടിൽ കൊണ്ട് ആക്കിയിട്ട് പോയിട്ട് വീട്ടിൽ ചെന്ന് ഉറങ്ങത്തുള്ളൂ. അത്ര പെർഫെക്റ്റായ ഒരു നല്ല ഡ്രൈവർ. നിങ്ങൾ എന്നെ എപ്പോഴേലും കാണുമ്പോൾ എൻ്റെ കൂടെ കാണും. അന്നേരം നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാനിങ്ങനെ പറഞ്ഞൊന്ന് പറഞ്ഞുതരും. സന്തോഷമല്ലേ? ഓക്കെ. നിങ്ങളുടെ നാട്ടിൽ കൂടെ ഒക്കെ ഞാൻ എല്ലാ ജില്ലയിലും വരുമ്പോൾ നിങ്ങളുടെയൊക്കെ നാടുകളിൽ കൂടെ പല പ്രാവശ്യം ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പം നിങ്ങൾ ഏത് ജില്ലയിലാണെന്ന് അറിഞ്ഞാൽ മതി, ഞാൻ അവിടെ വരുമ്പോൾ നിങ്ങളെ കാണും. അപ്പൊ ഈ സഹോദരി വളരെ കെയർഫുള്ളായി വണ്ടി ഓടിക്കുന്നയാളാണ്. അത് ഞാൻ എന്തോ പറയാൻ വന്നത്. അപ്പം ഞാൻ പറയാൻ വന്നത്, നമ്മുടെ ശരീരത്തിന്റെ സിസ്റ്റം ദൈവം മാറ്റിയാലാണ് നമ്മുടെ മറുപടി വരുന്നത്. അതാ ഞാൻ പറയാൻ വന്നത്. അപ്പം നാം ഈ മറിയയുടെ ഉദരത്തിന്റെ സിസ്റ്റം മാറ്റിയില്ലെങ്കിൽ, ഓക്കെ, ഞാൻ പറയാൻ വന്നത് ഇതാ, കണക്ഷൻ വിട്ടുപോയി. ഈ പുള്ളിക്കാരിയുടെ 8ാമത്തെ വയസ്സിൽ പുള്ളിക്കാരി വിശ്വാസത്തിൽ വന്നു. ഷെൽമി എന്നാ വണ്ടി ഓടിക്കുന്ന സിസ്റ്ററിന്റെ പേര്. അപ്പൊ അവര് യാക്കോബായി നിൽക്കുമ്പോഴാണ് അവരുടെ അമ്മയ്ക്ക് അവരുടെ യൂട്രസിന് ക്യാൻസറായി. അപ്പം ഇവര് അന്നത്തെ കാലമല്ലേ, സ്കാനിങ് ഒന്നും ഇല്ലെങ്കിലും പരിശോധനയും മനസ്സിലായി ഈ അമ്മയുടെ യൂട്രസിനകത്തൊരു കുഞ്ഞു കിടക്കുക. അപ്പൊ ഡോക്ടേഴ്സ് പറഞ്ഞു ഒന്നും ഇപ്പൊ ചെയ്യാനൊക്കത്തില്ല, കൊച്ചു പൂർണ്ണ വളർച്ച എത്തുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ ഇതെടുത്ത് കളയാല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റും. ഈ പെൺകുട്ടി യാക്കോബായി നിൽക്കുന്ന ആരോ പറഞ്ഞു ഈ സഹോദരിയോട്,
8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനോട്, നീ പ്രാർത്ഥിച്ചാൽ നിന്റെ അമ്മയുടെ രോഗത്തിന് സൗഖ്യം കിട്ടും. അങ്ങനെ വിശ്വാസത്തോടെ ഈ പെൺകുട്ടി പ്രാർത്ഥിച്ച് 10ാം മാസത്തിൽ അവളുടെ അമ്മ പ്രസവിച്ചു. പ്രസവിച്ച സമയത്ത് ഡോക്ടേഴ്സ് പറഞ്ഞൊരു കാര്യം, ഈ സ്ത്രീയുടെ യൂട്രസ് 3 മാസം ക്യാൻസർ കൊണ്ട് തകരുന്ന സമയത്താണ് ഈ കുഞ്ഞ് ഇതിനകത്തുണ്ടായതായി കണ്ടുപിടിച്ചത്. പക്ഷേ ഇപ്പൊ ഞങ്ങള് അവരുടെ പ്രസവം നടക്കുമ്പോൾ നോക്കിയപ്പോൾ ഒരു പുതിയ യൂട്രസിനകത്താണ് ആ കുഞ്ഞ് കിടന്നത്. ദൈവത്തിന് നമ്മുടെ സിസ്റ്റം മാറ്റിവെക്കാൻ പറ്റും. ഞാൻ ഒത്തിരി അനുഭവങ്ങൾ എന്നോട് അതുപോലെയുള്ള കാര്യങ്ങൾ അനുഭവത്തിൽ നിന്ന് പറഞ്ഞുകൊണ്ട്, ബോംബെയിൽ ഒരു നേഴ്സായ ഒരു അമ്മ, അവരുടെ മകൾക്ക് 12 വയസ്സുള്ളപ്പോൾ ആ കുഞ്ഞിന് വയറിനകത്ത് എന്തോ ഒരു മാരകമായ രോഗമുണ്ടായി. ഈ അമ്മ ഡോക്ടറാണ്. അമ്മയുടെ ഹോസ്പിറ്റലിൽ തന്നെ കുഞ്ഞിനെ കൊണ്ടുപോയി അമ്മ സർജറി ചെയ്ത് യൂട്രസ് എടുത്ത് കളഞ്ഞു. ഇങ്ങനെ കൊച്ചു ജീവിക്കണമെങ്കിൽ യൂട്രസ് കളഞ്ഞേ പറ്റുള്ളൂ. എടുത്ത് കളഞ്ഞു. ഇവരാരോടും ഇത് പറഞ്ഞു, ലോകത്തിൽ ആരോടും പറഞ്ഞിട്ടില്ല. ഈ കൊച്ചിന് പോലും അറിയത്തില്ല. യൂട്രസ് എടുത്ത് കളഞ്ഞു. ഈ കൊച്ചിന്റെ കല്യാണപ്രായമായി. ഇതിനെ കല്യാണം കഴിപ്പിച്ച അമ്മ, നല്ല വിശ്വാസവീരിയായ ഒരു അമ്മയെ കല്യാണം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 9 മാസം കഴിഞ്ഞപ്പോൾ, 1 മാസം കഴിഞ്ഞപ്പോൾ കൊച്ചു ഗർഭിണിയായി. 9ാം മാസത്തിൽ ഈ കുഞ്ഞിന്റെ പ്രസവം ഈ അമ്മ തന്നെ എടുക്കുവാണ്. ഈ അമ്മ വിറച്ചോണ്ടാണ് ഈ കുഞ്ഞിന്റെ പ്രസവം എടുക്കുന്നത്. കാരണം യൂട്രസ് എന്ന് പറഞ്ഞ സാധനം ഈ കൈ കൊണ്ടെടുത്ത് കളഞ്ഞത്, വേറെ സെക്കൻഡ് ഹാൻഡല്ല, അമ്മയുടെ കൈ കൊണ്ടെടുത്ത് കളഞ്ഞു. ആ കുഞ്ഞിനൊന്ന് സർജറി ചെയ്യേണ്ടി വന്നു. സർജറി ചെയ്തപ്പോൾ ആ അമ്മ കണ്ടത് ഒരു പുതിയ ഗർഭപാത്രം, ഒരു സജ്ജി പോലെ ദൈവം അതിനകത്ത് ഫിറ്റ് ചെയ്ത് അതിനകത്ത് ആ കുഞ്ഞ് കിടന്നത്. ഈ രാത്രി ഞാൻ ഇതൊന്നും പറയാനിരുന്നതല്ല, പക്ഷെ ദൈവാത്മാവ് എന്നോട് പറയുന്നു, എന്തോ ചിലത് നടക്കുന്നു. ഏതൊക്കെയോ വീടുകൾക്കകത്ത് ചില ദൈവപ്രവർത്തികൾ നടക്കും. ലോകവൈദ്യന്മാർ ഉപേക്ഷിച്ച് കളഞ്ഞ ചിലർക്ക് ദൈവം ഈ രാത്രി ഒരത്ഭുതകരമായ വിടുതൽ നൽകുമെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറയും. ഇതിനകത്തിരിക്കുന്ന 43ഓളം ഡിവൈസിലിരിക്കുന്ന മുഴുവൻ പേരോട് ഞാൻ ആത്മാവിൽ പറയാം, ലോകത്തിലെ വൈദ്യന്മാരുടെ റിപ്പോർട്ടുകളെ തിരുത്തുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. നമ്മുടെ സിസ്റ്റം ദൈവം മാറ്റും. എനിക്ക് ഒത്തിരി പറയാനുണ്ടെങ്കിൽ ഞാൻ നിർത്തുക. സിസ്റ്റം മാറ്റിയാൽ എങ്ങനെ വരും? നിങ്ങറിയാമോ, ബിലയാം എന്ന പഴയ നിയമത്തിലെ പ്രവാചകനായ മനുഷ്യനെ വഴി പഠിപ്പിച്ചത് കഴുതയാണ്. കഴുതയുടെ സിസ്റ്റം ദൈവം മാറ്റിയതാണ്. എങ്ങനെയാ കഴുത എങ്ങനെയാ ശബ്ദം ഉണ്ടാക്കുന്നത്? നമുക്കറിയാം കഴുത എങ്ങനെയാ വർത്താനം പറയുന്നത്, അല്ലേ? കഴുത ഇന്നൊരു വർത്താനം പറഞ്ഞിട്ടില്ല. കഴുത നമ്മൾ കേൾക്കുന്ന ഒരു ശബ്ദമാണ് പറഞ്ഞത്, ബാ ബാ ബാന്നേ പറഞ്ഞത്. അതാ കഴുതയുടെ സൗണ്ട്. അല്ലാണ്ട് ഷീലാദാസ ഇങ്ങോട്ട് വരാൻ കഴുത ഇന്ന് വരെ നമ്മളോട് പറഞ്ഞിട്ടില്ല. പറയാൻ അതിനുള്ള കഴിവുമില്ല അതിന്. അപ്പൊ കഴുതയുടെ സിസ്റ്റം ബാ ബാന്നേ ഉള്ളു. അതിന് വിശന്നാലും കരയേണ്ടി വന്നാലും ചിരിക്കേണ്ടി വന്നാലും ഒക്കെ ഒറ്റ വോയിസുള്ള ബാ ബാ ബാന്നേ ഉള്ളത്. പക്ഷേ ബിലിയാമിനോട് ദൈവത്തിനൊരു ദൂത് പറയേണ്ടി വന്നു. അത് മനസ്സിലാകാൻ അവന്റെ കണ്ണ് തുറക്കാതിരുന്നപ്പോൾ ദൈവം കഴുതയുടെ കണ്ണ് തുറന്നു. കഴുതയുടെ കണ്ണ് തുറന്നപ്പോൾ കഴുതയുടെ സിസ്റ്റം മാറി. അവന്റെ വോക്കൽ കോഡിന്റെ സിസ്റ്റം അങ്ങ് മാറ്റി. ബാ 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 എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഴുത പറയുക, ബിലിയാമേ. കണ്ടോ? അപ്പൊ കേൾക്കത്തക്ക വിധത്തിലുള്ള ശബ്ദമായി തന്റെ സൗണ്ടിനെ, തന്റെ വോക്കൽ കോഡിന്റെ സിസ്റ്റം ദൈവം മാറ്റിയെന്ന്. ഇത് രാത്രി ചില സിസ്റ്റങ്ങൾ മാറ്റാൻ ദൈവത്തിന് കഴിയും. പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും ഒന്നും നടക്കാത്ത ചിലരുടെ മാനസാന്തരത്തിനു വേണ്ടി നാളുകളായി കരയുന്ന ആരൊക്കെയോ ലൈനിലുണ്ട്. എനിക്കറിയാം, ദൈവാത്മാവിനോട് പറയും, കരഞ്ഞിട്ടും മാറ്റം വരാത്ത ചില മനുഷ്യർ നമ്മുടെ വീടുകൾക്കകത്തു. എത്ര പറഞ്ഞിട്ടും അനുസരിക്കില്ല. സ്വഭാവം മാറ്റാതെ, വിശ്വാസിയാ, സ്വഭാവം ഒന്നും മാറ്റത്തില്ല. ആത്മീയ ജീവൻ നയിക്കാൻ പറ്റുന്നില്ല. അകത്തളങ്ങളിൽ പ്രശ്നമാ, രഹസ്യ ജീവിതത്തിൽ ബഹളമാ, തലമുറയുടെ വിഷയത്തിൽ അസ്വസ്ഥമാ. ആരോട് ഇത് പറയാനൊക്കത്തില്ല. എല്ലാവരുടെയും മുമ്പിൽ നന്നായിട്ട് അഭിനയിച്ച് നിൽക്കുക. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുക, ചിലതിന്റെ സിസ്റ്റം ദൈവം മാറ്റാൻ പോവാ. പരിശുദ്ധാത്മാവ് ചിലതിനെ രാത്രി തൊടാൻ പ്രാർത്ഥിച്ചു. ദൈവം സിസ്റ്റം മാറ്റും. ദൈവം മാറ്റം വരുത്തും.
ആരും പറഞ്ഞാൽ കേൾക്കാത്തതിനെ ദൈവം രൂപപ്പെടുത്തും. സിസ്റ്റം മാറ്റിയ എലിശബത്തും സിസ്റ്റം മാറ്റിയ മറിയയും ഒരുമിച്ച് കാണുന്നതാണ് നാം വായിച്ചത്. ആ നാളുകളിൽ ബന്ധപ്പെട്ട് ചെന്നു. രണ്ടു പേര് കൂടുമ്പം അവർ രണ്ടുപേരും പരിശുദ്ധാത്മാവിനാൽ അവരുടെ സിസ്റ്റം മാറ്റപ്പെട്ടവരാണ്. അവര് തമ്മിൽ കാണുമ്പോ എന്നാ പറയുന്നത്? ആ ലുക്കാസിൽ ഭയങ്കര വിലക്കുറവാ, സ്വർണത്തിന് നമുക്ക് പോകാമെന്നാണോ പറഞ്ഞത്? നമുക്ക് ശീമാട്ടി പോണോ, വെള്ളസാരി നല്ലത് അവിടെ കിടക്കുക, പട്ടുസാരിയോട്. ഇതൊന്നും പറയാൻ അവർക്ക് സമയമില്ല. അവർക്ക് രണ്ടുപേർക്കും പറയാനുള്ളത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ കുറിച്ച്. ഈ ഇരുണ്ട കാലഘട്ടത്തിൽ അതിരുകടന്ന് ദൈവത്തെ വിശ്വസിച്ച പൗരോഹിത്യ കുടുംബത്തിനകത്തുണ്ടായ വിടുതലും ലോകരക്ഷകനായ മശിഹയെ ഉദരത്തിൽ വഹിക്കാൻ ഭാഗ്യം കിട്ടിയ സ്ത്രീയും തമ്മിലുള്ള സംഭാഷണമാണ് ആ നാളുകളിൽ ഉണ്ടായത്. ഈ നാളുകളിൽ എന്തുണ്ടാകണം? ദൈവത്തെ അറിഞ്ഞ ഭക്തരായ ദൈവദാസിമാർ ജീവിക്കുന്ന സ്ഥലത്ത് രണ്ടു പേര് കണ്ടുമുട്ടിയാൽ എന്തുണ്ടാകണം? നിങ്ങൾക്ക് പറയാനുള്ളത് ആത്മീക മർമ്മങ്ങളായിരിക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉപയോഗിക്കുന്ന വഴികളായിരിക്കണം. ദൈവത്തിനു വേണ്ടി ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്യാമെന്നുള്ള തീരുമാനങ്ങളായിരിക്കണം. ഇതുവരെ കാണാത്ത ദൈവപ്രവൃത്തികളെ കുറിച്ചുള്ള ആത്മനിയോഗങ്ങളായിരിക്കണം. നിങ്ങൾ കാല് ചവിട്ടുന്ന ദേശത്ത് പൈശാചിക ശക്തികൾ തകരുന്നത് നിങ്ങൾ ആത്മാവിൽ കണ്ടുകൊണ്ടായിരിക്കണം സംസാരിക്കുന്നത്. ഉദരത്തിൽ കിടക്കുന്ന തലമുറ അകത്ത് കിടന്ന് തുള്ളത്തക്കവണ്ണമുള്ള ആത്മീക സംഭാഷണമാണ് അവിടെ നടന്നത്. അങ്ങനെയാണെങ്കിൽ അകത്ത് കിടക്കുന്ന ചിലത് തുള്ളാൻ സമയമായില്ലെങ്കിൽ പുറത്തു വന്നതൊന്ന് തുള്ളട്ടെ. ഇവിടെ തലമുറകൾക്കൊരു ചലനമാകുന്ന സംഭാഷണം വേണം നമ്മുടെ നാവിൽ നിന്ന് പുറത്തു വരാനെന്നാണ് ഞാൻ ഈ പറഞ്ഞു. നമ്മുടെ തലമുറ എന്താ കേൾക്കുന്നേ? നെഗറ്റീവാണ്. നാം പറയുന്ന കുറ്റം പറച്ചിലുകളാണ്. വേദപുസ്തകത്തിൽ പറയുന്നതിന് പകരം ലോകത്തിലുള്ള സകല മനുഷ്യരെ കുറ്റം പറയുന്ന ഒരു വീടാണോ നിങ്ങളുടെ വീട്? നിങ്ങൾ സിസ്റ്റം മാറിയവരല്ല. നിങ്ങൾ സിസ്റ്റം മാറിയവരാണെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റം പറയാൻ പറ്റില്ല. നമ്മുടെ നാവ് അതിനു വേണ്ടിയുള്ളതല്ല. നമ്മുടെ തലമുറ തുള്ളിച്ചാടുന്ന ആത്മനിയോഗങ്ങൾ ഉള്ളവരായിരിക്കണം നമ്മൾ. നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്ക് കേട്ട് അവരുടെ അകത്തെ അവിശ്വാസവും സംശയവും മാറിപ്പോകണം. നെഗറ്റീവ് പറയത്തില്ലെന്നും തീരുമാനിക്കുക. നമുക്ക് എപ്പോഴും നെഗറ്റീവ് പറയാൻ നമ്മൾ അന്നേരം ഓർക്കണം, ഞാൻ നെഗറ്റീവ് പറയാനുള്ള ആളല്ല. നമ്മളിന്ന് കാണുന്ന ബൾബുകൾ ഉണ്ടാക്കിയൊരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് നമുക്കറിയാം, തോമസ് ആൽവ എഡിസൺ. അന്ന് അദ്ദേഹം ഉണ്ടാക്കിയ 1000 പ്രാവശ്യം പരാജയപ്പെട്ടിട്ടാണ് ഒരു ബൾബ് ഉണ്ടാക്കി. അന്ന് അത് വലിയ ബൾബായിരുന്നു. എടുത്തുകൊണ്ട് നടക്കാൻ വേണ്ടി ചുമന്നുകൊണ്ട് നടക്കണമായിരുന്നു ബൾബ്. അങ്ങനെ ഉണ്ടാക്കാൻ പഠിച്ചത്. പക്ഷെ അതിപ്പോ ചെറുതായി ഇച്ചിരിയുള്ള ബൾബ് വരെ ആയില്ലേ. ഇന്ന് ആൽവ എഡിസൺ വന്ന് നോക്കാമെങ്കിൽ തല കറങ്ങി വീഴും. ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയ സാധനത്തിന്റെ ബാക്കിയാണെന്ന്. അദ്ദേഹം ഉണ്ടാക്കിയ സാധനത്തിന്റെ വിവിധ രീതികളിലുള്ളത് ലോകം മുഴുവൻ കത്തുക. ദർശനമുള്ള ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ കയറിയ ഒരു ചെറിയ കാര്യം എന്ന് ലോകം മുഴുവൻ ഉപയോഗിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ തലമുറയുടെ അകത്ത് ദൈവം കൊടുക്കുന്ന ഒരു ദർശനം ലോകത്തെ സ്വാധീനിക്കുന്നില്ലെന്ന് ആര് കണ്ടു? പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുടെ തലമുറയാണ് അദ്ദേഹം. എന്താ സംഭവിച്ചേ? തോമസ് ആൽവ എഡിസനെ സ്കൂളിൽ കൊണ്ട് ചേർത്തു. വിക്കനാണ്, സംസാരിക്കാൻ കഴിയത്തില്ല, പൊട്ടനാണ്. അധ്യാപകർ പഠിപ്പിക്കാൻ പറ്റിയല്ല, മടുത്തു. ഒടുവിൽ ക്ലാസ് ടീച്ചർ ഒരു എഴുതി എഡിസന്റെ കൈ കൊടുത്തേച്ച് പറഞ്ഞത് അമ്മയുടെ കൊണ്ട് കൊടുത്തേക്കാം. ടീച്ചർ എഴുതിയ കത്ത് വലിയ കാര്യമായിട്ട് മമ്മി ടീച്ചർ തന്നാന്ന് പറഞ്ഞ് കൊണ്ട് കൊടുത്തു. ഇതങ്ങോട്ട് തുറന്നു വായിച്ചപ്പം നിങ്ങളുടെ മകനൊരു മരമണ്ടനാണ്, നിങ്ങളുടെ മകനെ സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റിയല്ല, എവിടെയെങ്കിലും കൊണ്ട് പഠിപ്പിക്കും, നീ ഇങ്ങോട്ട് വിടരുത്. ഇതൊക്കെയാ കത്തിനകത്തെ ഉള്ളടക്കം. ഇനിങ്ങനെ ആകാംക്ഷയോടെ അമ്മ വായിക്കുന്ന നോക്കി നിൽക്കും. എന്തുവാന്ന് അറിയത്തില്ല. എന്തോ അമ്മ എഴുതിയേക്കുന്നതെന്ന് ചോദിച്ചു. ആ അമ്മ പറഞ്ഞു, നിങ്ങളുടെ മകനെ പോലെ ബുദ്ധിമാനായ ഒരു മകൻ ഈ സ്കൂളിൽ ഇല്ല. അവൻ വളരെ ബുദ്ധിയുള്ളവനാ. അവനെ ഞങ്ങൾ പഠിപ്പിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ വീട്ടിൽ പഠിപ്പിച്ചാൽ മതി.
അവനെ സ്കൂളിൽ വിടേണ്ട കാര്യമില്ല, അതുകൊണ്ട് അവൻ അത്ര ബുദ്ധിമാനാണെന്നാ പറഞ്ഞെന്ന് പറഞ്ഞു. അവന് സന്തോഷായി, അവനെ കുറിച്ച് നല്ലത് പറഞ്ഞു. അമ്മയെ എടുത്ത് സൂക്ഷിച്ചു വെച്ചു, പ്രാർത്ഥിച്ചു, തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവൻ ബൾബ് കണ്ടുപിടിച്ചു, ലോകപ്രസിദ്ധനായി. ഒടുവിൽ അവന്റെ അമ്മ മരിച്ചു. ഒരു ദിവസം അമ്മയുടെ സാധനങ്ങളെല്ലാം അടുക്കി പെറുക്കാൻ വേണ്ടി എഡിസൺ അമ്മയുടെ മുറി കയറി. അങ്ങനെ മുറി കയറിയപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് തന്റെ അധ്യാപകൻ തന്നുവിട്ട ആ കത്ത് അവിടെ ഭദ്രമായിട്ടിരിക്കുക. അതെടുത്ത് നോക്കിയപ്പോൾ, നിങ്ങളുടെ മകൻ ഒരു മരമണ്ടനാണ്, അവനെ സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റിയില്ല. ഇപ്പൊ എന്റെ അമ്മ കള്ളമാണ് എന്നോട് പറഞ്ഞു. അതെ, ആ അമ്മ പോസിറ്റീവാണ് പറഞ്ഞത്. ആ അമ്മ പറഞ്ഞ പോസിറ്റീവാണ് ആ തലമുറയുടെ മേൽ നടന്നത്. നാളെ അവൻ ആരാകുമെന്ന് ദർശനത്തിൽ കണ്ടവരമ്മ. ഇന്ന് രാത്രി ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാം, നിങ്ങളുടെ തലമുറ ആരാകുമെന്ന് തീരുമാനിക്കേണ്ടത് സിസ്റ്റം മാറിയ അമ്മമാരാണ്. നമ്മുടെ ജീവിതത്തിൽ നാം പാപത്തിന്റെ വഴികളിലൂടെ നടന്നപ്പോൾ, ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്ക് നടന്നപ്പോഴുള്ള നമ്മുടെ സിസ്റ്റം ദൈവം മാറ്റിയതാണ്. ആ ക്രൂശിന്റെ ചുവട്ടിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ സിസ്റ്റം ദൈവം മാറ്റി. നാം ജീവിക്കുന്നത് പുതിയ സൃഷ്ടിയായിട്ടാണ്. പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞാൽ പഴയതും പുതിയതും കൂടെ കൂട്ടിച്ചേർത്ത് പിടിപ്പിച്ചൊരു സാധനമല്ല. ഇതാ പുതിയത്, പഴയതെല്ലാം കഴിഞ്ഞുപോയി. നമ്മുടെ എല്ലാം സിസ്റ്റം മാറിയവരാണ്. അത് ആദ്യം അറിയേണ്ടത് നമ്മുടെ തലമുറയാണ്. ലോകത്തിലാരും അറിയണ്ട നീ പ്രാർത്ഥിക്കുന്നു, നീ കരയുന്നത്, നിലവിളിക്കുന്നത്, ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കുന്നു, ആരുമറിയാതെ ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കുന്നത്, കഷ്ടപ്പെടുന്ന ഒരാളെ ചേർത്ത് നിർത്തുന്നത്, സമൂഹം അവഗണിച്ച ഒരാൾക്ക് വേണ്ടി സമയം മാറ്റി വെക്കുന്നു. ഇതെല്ലാം നമ്മുടെ തലമുറ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. ലോകത്തിലെ ഏറ്റവും വില കൂടിയ കമ്പ്യൂട്ടറുകളെക്കാൾ അധികം സ്വാധീനമുള്ളത് നമ്മുടെ തലമുറയ്ക്ക് നമ്മളാണ്. കമ്പ്യൂട്ടറിനകത്തൊക്കെ വൈറസ് കയറിപ്പോവും, പക്ഷേ നമ്മുടെ തലമുറയ്ക്ക് ബുദ്ധിക്കകത്ത്, ഒരു ഹൃദയത്തിനകത്ത് എഴുതി ചേർത്താൽ അതിനകത്ത് വൈറസ് കയറത്തില്ല. ദൈവം നമുക്ക് വേണ്ടി ചെയ്തത് നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി വർണ്ണിക്കാം. പരിശുദ്ധാത്മാവ് അതിനുവേണ്ടിയാ നമുക്ക് ആയുസ് തന്നത്. കൂടെ പറയണം. നമുക്ക് വേണ്ടി വറ്റിച്ച യോർദാനുകളെ കുറിച്ച്, നമ്മൾ ചെന്നപ്പോൾ പിളർന്ന ചെങ്കടലുകളെ കുറിച്ച്, നമ്മുടെ വീടിന്റെ മുമ്പിൽ പൊഴിച്ച മന്നയെ കുറിച്ച്, നമ്മുടെ വീടിന്റെ മുൻപിൽ പറന്നു നിന്ന കൂടാരങ്ങൾക്ക് മുൻപിൽ പറന്നു നിന്ന കടപ്പക്ഷികളെ കുറിച്ച്, മുൻപിൽ മേഘസ്തംഭവും പിറകിൽ ശത്രുവിനെ സംരക്ഷിക്കുവാൻ ദൈവം തന്ന അഗ്നിസ്തംഭത്തെ കുറിച്ച് പറയണം. യോർദാൻ പറ്റിയപ്പോൾ പെറുക്കിയെടുത്ത കല്ലുകൾ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞുങ്ങളെ ഒന്ന് ചൂണ്ടിക്കാണിക്കണം. മക്കളെ, ഈ കല്ലുണ്ടല്ലോ, ഇത് ചുമ്മാ വല്ലയിടത്തുനിന്ന് കൊണ്ടുവച്ചതല്ല. കുത്തിക്കവിഞ്ഞൊഴുകിയ യോർദാൻ ഒരിക്കലും വറ്റത്തില്ല. പക്ഷേ ദൈവജനത്തിന്റെ കാലുകൾ വെച്ചപ്പോൾ യോർദാൻ പിൻവാങ്ങി, സമുദ്രം കണ്ട് ഓടിപ്പോയി. അത് ഞങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്തതാ. നമ്മളെന്താ പറയണ്ടേ? ക്യാൻസറിന്റെ മാരകമായ പിടിയിൽ നമ്മളെ രക്ഷിച്ചത്. ബന്ധുക്കളും ചർച്ചക്കാരും ഒറ്റപ്പെടുത്തി വിശ്വാസമാർഗത്തിനു വേണ്ടി തള്ളിക്കളഞ്ഞപ്പോൾ ദൈവം ചേർത്ത് നിർത്തിയത്. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ പട്ടിണിയുടെ കാലഘട്ടങ്ങളിൽ സ്വർഗം അത്ഭുതം ചെയ്തത്. ഇങ്ങനെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളും ആത്മീക സന്തോഷങ്ങളും മുഴുവൻ പങ്കുവെക്കേണ്ടതും മൈക്ക് കെട്ടിയല്ല, വീടിനകത്ത്. ഈ രാത്രി നമ്മുടെ സിസ്റ്റം മാറിയവരാണെങ്കിൽ ബന്ധപ്പെട്ടൊരു യാത്രയ്ക്ക് എഴുന്നേക്കണം. എവിടെ? നിന്റെ അനുഭവം പറഞ്ഞാൽ നിന്റെ ഹൃദയവുമായി യോജിച്ച് പ്രാർത്ഥനാമുറിയിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറുള്ള ചിലതിനെ കണ്ടുപിടിക്കണം. കുറ്റം പറയുന്നവർ